ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. ഓം വ്യാം വേദവ്യാസായ നമഃ. ഓം നമോ ഭഗവതേ ദക്ഷിണാമൂർത്തയേ മഹ്യം മേധാം പ്രജ്ഞാം പ്രയച്ഛ സ്വാഹ. ബാലരവിദ്യുതിബിന്ദുകിരീടാം തുംഗകുജാം നയനത്രയയുക്താം സ്മേരമുഖിം വരദാങ്കുശപാശാം ഭീതിഹരാം പ്രഭജേത ഭുവനേശ്വമീ. അരുണകിരണജാലേ രഞ്ജിതാസാവകാശ വിധൃതജപവടീകാ പുസ്തക വേദഹസ്ത അഭയവരകരാഢ്യാഭുല്ലകൽഹാരസംസ്ഥ നിവസതു ഹൃദി ബാലാ നിത്യകല്യാണശീലാമീ. ജ്വാലാകരാളമത്യുഗ്രം നശേഷാസുരസൂതനം തൃശൂലം പാതുനോ ഭീതേർ. ഭദ്രകാളി നമോസ്തുതേ കാളി കാളി മഹാകാളി. ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ഓം നമശ്ചണ്ഡികായൈ നമോ. ഓം നമഃ ശിവായ നമോ. ഓം നമഃ ശിവായ ശിവായൈ നമോ. ഓം നമഃ ശിവായ ശുഭം ശുഭം ഗുരു ഗുരു ശിവായൈ നമോ. ഓം നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരി ഓം. ഇരു ഭാഗവതങ്ങളിലൂടെയും നാം ഇങ്ങനെ കടന്നു കയറുകയാണ്. ദ്വിതീയ സ്കന്ധം സപ്താഹം നടത്തുന്ന നിവൃത്തിശാസ്ത്രമായിട്ടുള്ള ഭാഗവതത്തിലെ ദ്വിതീയ സ്കന്ധം ഒടുവിലത്തെ അധ്യായം 10ാമത്തെ അധ്യായത്തിൽ സർഗാദി ദശലക്ഷണങ്ങളെ നിർവചിച്ചുകൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് ഭാഗവത കർത്താവ്. ഭാഗവത്തിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം ദ്വിതീയ സ്കന്ധം കൊണ്ട് ശ്രീശുഖബ്രഹ്മം പരീക്ഷത്തിനെ ധരിപ്പിക്കുന്നുമുണ്ട്. ഇത്തരത്തിലുള്ള ഭാഗവത്തിലേക്ക് കടക്കുകയാണ് തൃതീയ സ്കന്ധം മുതൽക്ക്. തൃതീയ സ്കന്ധം സർഗം എന്ന് പറയുന്ന ഭഗവത് ലീല പ്രകടമാക്കുന്ന ഒന്ന് എന്ന ലക്ഷണങ്ങളെ കൊണ്ട് പറയും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് സർഗം. കാരണം സർഗം എന്ന് പറയുന്നത് അനുപേക്ഷണീയമായിട്ടുള്ള സൃഷ്ടിയുടെ ആദ്യത്തെ പടിയാണ്. സർഗം സൃഷ്ടി എന്ന് പറയുന്ന മായാജന്യമായിട്ടുള്ള കാര്യമാണ് എന്ന് നമ്മൾ പറയുമ്പോഴും വേദാന്ത ദൃഷ്ടിയിൽ ഇതെല്ലാം തന്നെ അനിത്യമാണ് എന്നെല്ലാം തന്നെ പ്രഖ്യാപിക്കുമ്പോഴും സർഗം എന്ന് പറയുന്ന ആദ്യത്തെ ലീല ഒരു നരനായി ജനിക്കുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. ജനിച്ചേ മതിയാകൂ. എന്തിനോ എന്നുള്ള ചോദ്യമാണ് പിന്നാലെ. അപ്പോൾ ജനിച്ചേ മതിയാകൂ. ജനിക്കാതിരിക്കൽ പിന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് നിവൃത്തി. എങ്കിൽ കൂടി ജനിച്ചു പോരുന്ന ഈ മനുഷ്യൻ അയാൾ സർഗത്തിൻ്റേതായിട്ടുള്ള മഹത്വം പ്രഖ്യാപിക്കുകയാണ്. സർഗം ഓരോ മനുഷ്യനും ഞാൻ എങ്ങനെ ഇങ്ങനെയായി അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടായി എന്ന് വ്യക്തമായി ധരിക്കേണ്ടത് ഈ പ്രപഞ്ച സത്യം തിരിച്ചറിയാനുള്ള ഒരു മാർഗം തന്നെയാണ്. ഈശ്വരം പ്രപഞ്ചവും ദേശികൻ താനും ഞാനും എന്നെല്ലാം എഴുത്തച്ഛൻ പറയുമ്പോൾ ഈ 4 കൂട്ടം ഭാവങ്ങളെയെല്ലാം തന്നെ വിശകലനം ചെയ്യണമെങ്കിൽ ജീവൻ ജഗത്ത് ഈശ്വരൻ എന്ന് വേദാന്തികൾ പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കണമെങ്കിൽ ജനിക്കണ്ടേ. അപ്പോൾ സർഗം എന്ന് പറയുന്ന ആദ്യത്തെ സൃഷ്ടി ആവശ്യമല്ലേ? വിസർഗം എന്ന് പറയുന്ന അവാന്തര സൃഷ്ടിയും അത്യാവശ്യമല്ലേ? അപ്പോൾ സർഗം വിസർഗം എന്ന് പറയുന്ന രണ്ടും കൂടിയേ തീരൂ. നമ്മൾ ജനിച്ച മനുഷ്യൻ നിത്യവും നിതാന്തവുമായിട്ട് നിരന്തരം ഈശ്വര ഉപാസനയിലൂടെ അല്ലെങ്കിൽ അത്യന്തം സാധനാ സമ്പ്രദായത്തിലൂടെയെല്ലാം തന്നെ മുന്നോട്ട് കയറുമ്പോഴും ജനിച്ചതുകൊണ്ടല്ലേ, സർഗാദികൾ കൊണ്ടല്ലേ, വിസർഗാദികൾ കൊണ്ടല്ലേ, ജനിച്ചു വളർന്നു പോകുന്നത് കൊണ്ടല്ലേ
അത്തരത്തിൽ കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ടല്ലേ ഈ പറയുന്ന ചിന്തകളെല്ലാം തന്നെ കടന്നു വരുന്നത്. ഈശ്വരാന്വേഷണത്തിന് ഉതകുന്ന ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു ശരീരത്തിൻ്റെ ആവശ്യം സർഗത്തിലൂടെ വ്യക്തമാക്കുകയാണ്. ഗുണവൈഷമ്യാത്, ആ ത്രിഗുണങ്ങളെന്ന് പറയുന്ന സാത്വികൻ രാജസം താമസം എന്ന് പറയുന്ന ത്രിഗുണങ്ങളുടെ വൈഷമ്യം കൊണ്ട്, അവ തമ്മിലുള്ള സംഘട്ടനവും സംഘർഷവും കൊണ്ട്, അവ തമ്മിലുള്ള എന്തെന്നില്ലാത്തൊരു പ്രത്യേക പ്രവർത്തനം കൊണ്ടാണ് വാസ്തവത്തിൽ സൃഷ്ടി നടക്കുന്നത് എന്ന് വ്യക്തം. ഇത് മൂന്നും ഈ പറയുന്ന ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന രാജസം എന്ന് പറയുന്ന സൃഷ്ടിക്കുള്ളത്, സാത്വികം എന്ന് പറയുന്ന സ്ഥിതിക്കുള്ളത്, താമസം എന്ന് പറയുന്ന സംഹാരത്തിനുള്ള, ഇത് മൂന്നും സമതുലിതം ബാലൻസ്ഡ് ആണ് എങ്കിൽ, അല്ലെങ്കിൽ അതെല്ലാം തന്നെ സമമായിട്ട് നിൽക്കുകയാണെങ്കിൽ എന്താണ് സൃഷ്ടി, എവിടെയാണ് സൃഷ്ടി, എങ്ങനെയാണ് സൃഷ്ടി? അപ്പോൾ സമതുലിതമായിരിക്കുന്ന ഒരവസ്ഥയേക്കാൾ അവിടെ തമ്മിലിങ്ങനെ സംഘട്ടനത്തിൽ സംഘർഷത്തിൽ ഒരു പ്രത്യേക രീതിയിലുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ത്രിഗുണങ്ങളുടെ ആ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് സർഗാദി ലീലകൾ, ഭഗവാന്റെ ലീലകൾ, ഈശ്വരൻ്റെ ലീലകൾ നടക്കുന്നു എന്ന് ഒന്നുകൂടി അതിനകത്തേക്ക് കടക്കണം. കാരണം സർഗത്തിന് ശേഷമാണ് വിസർഗം. സർഗം കൊണ്ട് ഉദ്ദേശിക്കുന്ന ബ്രഹ്മാവ് വരേക്കുള്ള സൃഷ്ടിയാണ്. ബ്രഹ്മാവ് ഉത്ഭവിക്കുന്നവരേക്കുള്ള സർഗം കഴിഞ്ഞിട്ടാണ് പിന്നെ ബ്രഹ്മാവിൻ്റെ സൃഷ്ടി വരുന്നത്. അതാണ് വിസർഗവും. ആദ്യത്തെ സൃഷ്ടിയെന്നും അവാന്തര സൃഷ്ടിയെന്നും പറയാം. അപ്പോൾ ആദ്യത്തെ സൃഷ്ടി, അവാന്തര സൃഷ്ടി എന്ന് പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട സൃഷ്ടിയുടെ രണ്ട് ഭാഗങ്ങൾ, അത് അനിവാര്യമാണ്, ഈശ്വരാന്വേഷണത്തിന് അടിസ്ഥാനമാണ്. അതാണ് ബേസ്. ഒന്നുകൂടി കടന്നു ചിന്തിക്കുക. നിങ്ങൾ മനുഷ്യൻ ജനിച്ചു, മരിക്കുമെന്നുള്ള ഉറപ്പാണ്. മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ജനിക്കാതിരിക്കാൻ വേണ്ടിയാണ് പ്രയത്നിക്കുന്നത്. അപ്പോൾ യാതൊരു കാരണവശാലും ഇനി ഒരു ജന്മം ഉണ്ടാകരുത്. പുനരഭിജനനം, പുനരഭിമരണം, പുനരഭിജനനീ ജഡരേശയനം എന്ന് പറയുന്നൊരവസ്ഥ ഇവിടെ നിൽക്കണം, ഇവിടെ തീരണം എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ പോകുമ്പോൾ ഇത് ജനിച്ചതിന് ശേഷം ഉണ്ടാകുന്നൊരു പ്രത്യേക വിവേകമല്ലേ നിത്യാനിത്യ വിവേകമെന്ന് പറയുന്ന സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ചറിയാൻ കഴിയുന്ന അത്തരം വിചക്ഷണത എന്തെന്നില്ലാത്തൊരു വിവേകം, അത് ഉണ്ടാകുന്നത് ജനിച്ചതിന് ശേഷമല്ലേ, വിസർഗങ്ങൾക്ക് ശേഷമല്ലേ? ഒന്നുകൂടി കടന്നു ചിന്തിക്കൂ, യുക്തിക്ക് നിരക്കുന്ന രീതിയിൽ ചിന്തിക്കൂ. ശരീരം വാസ്തവത്തിൽ അനർത്ഥം എന്ന് പറയുമ്പോഴും, ശരീരം വാസ്തവത്തിൽ അനാവശ്യം എന്ന് പറയുമ്പോഴും, ശരീരം മായാജന്യം എന്ന് പറയുമ്പോഴും, ശരീരത്തെ ഉപേക്ഷിക്കണം എന്ന് പറയുമ്പോഴും, ഇവിടെയെല്ലാം തന്നെ അന്തർഭവിച്ചിരിക്കുന്ന ഈ രസം ഒന്നാലോചിച്ച് നോക്കൂ. ശരീരത്തെ ഉപയോഗിക്കുക എന്ന് പറയുന്ന രസം. അപ്പോൾ ശരീരത്തെ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ ശരീരം ഉണ്ടായത്, അല്ലെങ്കിൽ ശരീരം എടുത്തത്, അല്ലെങ്കിൽ ശരീരത്തിൽ ഞാൻ കയറിയത്, നിങ്ങളെല്ലാവരും പ്രവേശിച്ചത് ശരീരത്തെ വേണ്ട രീതിയിൽ വിനിയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പ്രപഞ്ചത്തിലെ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്ന് പറയുന്ന 5 കൂട്ടം തന്മാത്രകളെ കണക്കിലെടുത്തുകൊണ്ടാണ് ആകാശം, അത് കഴിഞ്ഞ് വായു, പിന്നെ അഗ്നി, പിന്നെ ജലം, പിന്നെ ഭൂമി എന്ന് പറയുന്ന പഞ്ചഭൂതങ്ങളെ പറ്റി പറയുന്നത്. അപ്പോൾ പഞ്ചഭൂതങ്ങൾ ഒരിടത്ത്, അവയ്ക്ക് കാരണമായിരിക്കുന്ന പഞ്ചതന്മാത്രകൾ മറ്റൊരിടത്ത്, ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിലാണ് സൃഷ്ടി ഈ പ്രപഞ്ചത്തിൽ നടന്നത് എന്ന് വളരെ ഭംഗിയായിട്ട് നമ്മുടെ പുരാണ ഇതിഹാസങ്ങളെല്ലാം തന്നെ ഘോഷിക്കുന്നു. അപ്പോൾ അവിടെയും തുടങ്ങുന്ന സൃഷ്ടി എന്ന് പറയുന്ന ശബ്ദത്തിൽ നിന്നുണ്ടാകുന്ന സൃഷ്ടി, ബ്രഹ്മവാചകമായിരിക്കുന്ന ഓങ്കാരത്തിൻ്റെ പ്രസക്തി, ഓങ്കാരത്തിലൂടെ നടക്കുന്ന പ്രപഞ്ചത്തിൻ്റേതായിട്ടുള്ള വൈരുദ്ധ്യമാർന്ന ഈ സൃഷ്ടിയുടെ വൈഭവം, ഇതെല്ലാം തന്നെ സൂചിപ്പിച്ചുകൊണ്ടാണ് പഞ്ചഭൂതങ്ങളെ കണ്ട് അവയിലൂടെ ഇങ്ങനെ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി വന്ന് ചിന്തിക്കൂ. നിങ്ങൾ ആകാശത്തിൽ നിന്ന് ഇറങ്ങി വായുവിലൂടെ കടന്ന് അഗ്നിയിൽ പ്രവേശിച്ച് അതിൽ നിന്ന് ജലത്തിലൂടെ കടന്ന് ഭൂമിയിൽ വന്ന് നിന്ന് സൃഷ്ടിയുടെ വേദിയായിരിക്കുന്ന ഭൂമിയിൽ ജനിച്ച്, അത്തരത്തിൽ ജനിച്ച നമ്മളെല്ലാവരും തന്നെ അവിടെ വ്യാപരിക്കുകയാണ്, വ്യവഹരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യാപാരം, വ്യവഹാരം എന്ന് പറയുന്നത് അതിൻ്റെ സൃഷ്ടി, സർഗം, വിസർഗം എന്ന് പറയുന്ന രീതിയിൽ നമ്മളൊരു പ്രത്യേക രീതിയിൽ പഠിച്ചു വരുമ്പോഴാണ് ശരീരത്തിൻ്റെ പ്രസക്തി, ശരീരത്തിൻ്റെ ആവശ്യകത. ശരീരമെന്ന് പറയുന്നത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഉപകരണമാണെന്നുള്ള നിശ്ചയം. ഞാൻ കടന്നു വരുന്ന മറ്റൊരു രീതിയിലേക്കാണ്, മറ്റൊരാവശ്യത്തിലേക്കാണ്. നമ്മളെല്ലാവരും തന്നെ ശരീരത്തെ വാസ്തവത്തിൽ നല്ലൊരു ഉപകരണമാക്കി ഉപയോഗിക്കുക എന്നുള്ളതാണ് ആധ്യാത്മികതയുടെ പ്രധാനപ്പെട്ട ഘടകം. ഈ ആധ്യാത്മികത എന്ന് പറയുന്നത് നമ്മൾ അറിയണമെങ്കിൽ
ആധ്യാത്മികത എന്ന് പറയുന്ന അനുഭവിച്ചറിയണമെങ്കിൽ, അനുഭൂതിയുടെ രസം നുകരണമെങ്കിൽ അവിടെയും ശരീരത്തിലൂടെയുള്ളൊരു പ്രയാണം, ഇതൊരു മാർഗമാണ്. അപ്പോൾ ശരീരമെന്ന് പറയുന്ന ആ മാർഗത്തിലൂടെ, ആ ഉപയോഗിക്കാനുള്ള ഉപകരണത്തിലൂടെ യാത്ര ചെയ്ത് നമുക്ക് ലഭിക്കുന്ന അനുഭൂതി, ഇത് ഉണ്ടാകുമ്പോഴല്ലേ നമ്മൾ ഈശ്വരനെ അനുഭവിച്ചു, ജഗത്ത് എന്താണെന്നറിഞ്ഞു, ഞാൻ ആരാണെന്ന് ബോധിച്ചു, ഈ ഘോരം പ്രസംഗിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയൂ. അപ്പോൾ എല്ലാ തരത്തിലും ശരീരം ഉണ്ടായേ മതിയാകൂ. അപ്പോൾ അതിനടിസ്ഥാനമായിട്ട് ഒരു വേളി എന്ന് പറയുന്ന സംയോഗവേദി അതുണ്ടായേ മതിയാകൂ. ആ സംയോഗവേദിയിലൂടെ സമ്യക്കായിട്ട് യോഗാവസ്ഥയെ പ്രാപിക്കുന്ന ഇണകൾ ചേർന്നുണ്ടാകുന്ന ആ ഭ്രൂണം എന്ന് പറയുന്നൊരവസ്ഥയെ അതിക്രമിച്ചുകൊണ്ട് അത് ഉരുത്തിരിഞ്ഞ് അത് നല്ല രീതിയിലൊരു ജീവിയായിട്ട് പരിണമിച്ച് ജീവൻ ഉൾക്കൊള്ളുന്നതാണ് ജീവി. ആ ജീവാത്മാവിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു വ്യക്തി ഇങ്ങനെ പ്രപഞ്ചത്തിലേക്ക് വന്ന് എന്തിന് എന്നൊരു ചോദ്യം നിങ്ങൾ ഉന്നയിക്കും. എന്തിനാണ് വന്നത്? വളരെ ചിന്തനീയമായിരിക്കുന്ന ഈ ചോദ്യത്തിന് ഉത്തരം എനിക്ക് പലതും അറിയാനുണ്ട്. അതിനു വേണ്ടി ഞാനെന്ന് പറയുന്ന ആത്മഭാവം അല്ലെങ്കിൽ ജീവഭാവം അത് ഈ ശരീരത്തിൽ കുടികൊണ്ടുകൊണ്ട് അറിയാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് അനവധി സംഗതികൾ പഠിക്കാനായിട്ട് ഇറങ്ങി വന്നിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് പരിണമിക്കുകയാണ്. പരിണാമ സിദ്ധാന്തത്തിൽ ഏതിലൂടെയാണ് നമ്മൾ വന്നതെന്ന് ചിന്തിച്ചാൽ പോലും ആ പരിണാമ പ്രക്രിയയ്ക്ക് എന്തോ ഒരു ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം കടന്നുകൂടി എന്ന് പറയാം. ലക്ഷ്യമെന്താ? അറിയണം. അപ്പോൾ അറിവ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയെ അറിയാൻ വേണ്ടിയിട്ട് ശരീരമെടുത്തു പോകുന്നവരാണ് നമ്മളെല്ലാവരും. അറിയുക എന്നുള്ളത് പ്രാഥമികമായിട്ടുള്ളൊരു കടപ്പാട്. അറിവ് എന്ന് പറയുന്ന ധാതുവിൽ നിന്നുണ്ടായ വേദം അത് വാസ്തവത്തിൽ നമ്മൾ അറിയേണ്ടതായ സംഗതി അറിയിക്കുന്ന അറിവിൻ്റേതായുള്ള ഭണ്ഡാകാരം. ഇത് വാസ്തവത്തിൽ സാധിക്കാൻ വേണ്ടിയിട്ട് ശരീരത്തിലെ അവയവങ്ങൾ, മസ്തിഷ്കം, മനസ്സ് എന്ന് വേണ്ട ശരീരത്തെ ഇങ്ങനെ പ്രത്യേക രീതിയിൽ കൊരുത്തു വച്ചിരിക്കുന്ന അത്തരത്തിൽ പ്രവർത്തിക്കാൻ അതിനെ വളരെ യോഗാധികാരങ്ങളിൽ അനുഭവിക്കാനുള്ള അതിനുതകുന്ന രീതിയിൽ ഘടിപ്പിച്ചു വച്ചിരിക്കുന്ന അനവധി സംഗതികൾ, ഇതെല്ലാം തന്നെ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമ്പോഴല്ലേ ജീവിതം ധന്യമാകുന്നത്. ഒന്നുകൂടി കടക്കാം. നമുക്ക് ബുദ്ധിയുണ്ട്, അല്ലെങ്കിൽ തലച്ചോറുണ്ട്, അല്ലെങ്കിൽ മസ്തിഷ്കം എന്ന് പറയുന്ന ഒരു അവയവ ഭാഗമുണ്ട്. അത് വാസ്തവത്തിൽ ഒന്ന് മന്ദീഭവിച്ചു പോയി എന്നിരിക്കട്ടെ, എന്തു ഗുണമുണ്ട്? ചില കുട്ടികളെല്ലാം തന്നെ വാസ്തവത്തിൽ ഇഡിയറ്റ് എന്ന് പറയുന്ന രീതിയിലേക്ക്, ഓട്ടിസം ബാധിച്ചവർ അല്ലെങ്കിൽ ജന്മനാ തന്നെ പല പല വൈകല്യങ്ങളുള്ളവർ, അങ്ങനെയുള്ളവരൊക്കെ ജനിക്കുന്നില്ലേ? അവരെ സംബന്ധിച്ചിടത്തോളം അവർ വാസ്തവത്തിൽ പ്രകടിപ്പിക്കുന്ന വിദ്യയുടെ ഉടമകളാകുന്നില്ല എങ്കിൽ കൂടി അവരുടെ ഉള്ളിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. അപ്പോൾ ഏതായാലും അതൊന്നും നമ്മൾ അന്വേഷിക്കുന്നില്ല. ബുദ്ധി വിശിഷ്ടമാർന്ന അല്ലെങ്കിൽ വൈശിഷ്ട്യമാർന്ന ബുദ്ധി ഏതൊരു വ്യക്തിക്കാനുള്ളത്? തലച്ചോറിനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി ശരീരത്തെ മെരുക്കി അതിലുള്ള അവയവങ്ങളെയെല്ലാം തന്നെ ദൃഢമാക്കി വെച്ചുകൊണ്ട് അവയവങ്ങളെല്ലാം തന്നെ പ്രവർത്തനക്ഷമം ആക്കി വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് കർത്തവ്യം. തൃതീയ സ്കന്ധത്തിലേക്ക് കടക്കുമ്പോൾ ഇത് പ്രാധാന്യമറിയിക്കുന്നൊരു പ്രയോഗവും പ്രാധാന്യമറിയിക്കുന്നൊരു സംഗതിയുമാണ്. ശരീരം ഉടലെടുക്കുക എന്ന് പറയുന്ന പ്രവൃത്തി ഇവിടെ തൃതീയ സ്കന്ധത്തിൽ നമ്മൾ കാണും. തൃതീയ സ്കന്ധത്തിൽ സൃഷ്ടിയെപ്പറ്റി വർണ്ണിച്ചുകൊണ്ട് പോകുമ്പോഴാണ് സൂക്ഷ്മതലത്തിൽ നിന്ന്, ശബ്ദത്തിൽ നിന്ന് ഏത് രീതിയിലാണ് ഈ പഞ്ചഭൂതങ്ങളെല്ലാം തന്നെ സൃഷ്ടമായത്, അതിനെ തുടർന്ന് പഞ്ചേന്ദ്രിയങ്ങൾ, അത് ജ്ഞാനേന്ദ്രിയങ്ങളായാലും കർമ്മേന്ദ്രിയങ്ങളായാലും അവയെല്ലാം തന്നെ ഉണ്ടായതും, തുടർന്ന് ഈ പറയുന്ന ജീവിതം അല്ലെങ്കിൽ ഈ പറയുന്ന സൃഷ്ടിയിലെ വൈചിത്രമാണ് ജീവജാലങ്ങളെല്ലാം തന്നെ ഉണ്ടായതും, പ്രത്യേകിച്ച് പറയുമ്പോൾ അവിടെയെല്ലാം തന്നെ അടിസ്ഥാനപരമായിട്ട് സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലത്തിലേക്ക് കടന്നു. അതാണ് ജന്മം. അപ്പോൾ ഈ സംസാരമെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ തിരസ്കരിക്കുക എന്ന് പറയുന്ന ആദ്യത്തെ പടിയല്ല, അത് അവസാനത്തെ പടിയാണ്. അപ്പോൾ അവസാനത്തെ പടിയായിരിക്കുന്ന സംസാരത്തെ തിരസ്കരിക്കുക, ഉപേക്ഷിക്കുക അല്ലെങ്കിൽ ത്യജിക്കുക എന്നെല്ലാം പറയുന്നത് വാസ്തവത്തിൽ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് സാധിക്കേണ്ട സംഗതി കൂടിയാണ്. ശരീരമെന്ന് പറയുന്നതിനെ ഭാഗവതം വിവക്ഷിക്കുന്നത് അവിദ്യാരൂപി ആവരണം എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. അവിദ്യാരൂപി ആവരണം, വിദ്യയും അവിദ്യയും രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങൾ. അതിൽ വിദ്യയാണ് നമുക്ക് വേണ്ടത്. വിദ്യയ്ക്ക് വേണ്ടിയിട്ടാണ് ശരീരം സ്വീകരിച്ചത്. പക്ഷേ ശരീരം അവിദ്യാരൂപി ആവരണം എന്ന് തന്നെയാണ് പറഞ്ഞത്. പലപ്പോഴും നമ്മളെ വേണ്ടാത്ത വഴിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യിച്ച് അല്ലെങ്കിൽ മാർഗഭ്രംശം സംഭവിച്ച് അവതാളത്തിൽ ഇങ്ങനെ അകപ്പെട്ടിട്ട് നമ്മുടെ ലക്ഷ്യബോധമെല്ലാം തന്നെ ഇല്ലാതെയായി വിദ്യയ്ക്ക് പകരം അവിദ്യ മാത്രം കൈമുതലായിട്ടൊരു പക്ഷേ ശരീരം വിടേണ്ടി വരും. അപ്പോൾ അതല്ല ലക്ഷ്യം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അവിദ്യാരൂപി ആവരണത്തെ നമ്മൾ പൊട്ടിച്ച് ആ ആവരണത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കുമ്പോൾ നമുക്ക് ലഭ്യമാകേണ്ടത് വിദ്യ.
അകത്ത് ഒളിഞ്ഞിരിക്കുന്ന വിദ്യയെ പ്രകടമാക്കാനും അതെല്ലാം തന്നെ പ്രദർശിതമാകാനും അതെല്ലാം തന്നെ വാസ്തവത്തിൽ അനുഭൂതിയിലേക്ക് കടന്നു വരാനും, അപ്പോൾ അത്തരത്തിലുള്ള വിദ്യ എന്ന് പറയുന്ന അകക്കാമ്പ് അകത്തിരിക്കുന്ന സത്തായിരിക്കുന്ന സംഗതിയെ അന്വേഷിച്ചറിയാൻ വേണ്ടിയിട്ട് ബാഹ്യമായിരിക്കുന്ന ശരീരം അവിദ്യ എന്ന് പറഞ്ഞാൽ പോലും ആ അവിദ്യാരൂപമായിരിക്കുന്ന ആവരണത്തെ ഉപയോഗിക്കുക എന്നുള്ളത് ആവശ്യമായ സംഗതിയാണ്. ഈ അവിദ്യാരൂപി ആവരണത്തെ എങ്ങനെ ഉപയോഗിക്കണം ചിന്തിക്കാൻ നോക്കും. അപ്പോൾ എല്ലാ തരത്തിലും ഈ അവിദ്യാരൂപി ആവരണത്തെ വീണ്ടും അവിദ്യയിലേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോകാൻ അനുവദിക്കാതെ മോശമായ ജീവിതചര്യയിലൂടെ അസംസ്കൃതമായിട്ടുള്ള രീതിയിലേക്ക് വീണ്ടും ഗതികേടിലേക്ക് പോകാൻ ഒട്ടും തന്നെ അനുവദിക്കാതെ നമ്മൾ അതിനെ ശുദ്ധീകരിച്ചെടുക്കുക, സംസ്കൃതമാക്കുക എന്നും. അസംസ്കൃതമായിരിക്കുന്ന ഒരവസ്ഥ ഈ ശരീരത്തിന് നമ്മൾ കൊടുത്താൽ പോലും അതിൽ സംസ്കൃതമായിരിക്കുന്ന ഒരവസ്ഥ അകത്തുണ്ട്. ചിത്തമെന്നോ മനസ്സെന്നോ ബുദ്ധിയെന്നോ അഹങ്കാരമെന്നോ അന്ധകരണത്തെ 4 തരത്തിൽ വിശേഷിപ്പിച്ചുകൊണ്ട് നമ്മൾ അതിനെ കൊണ്ടു നടക്കുമ്പോൾ അവിടെ വാസ്തവത്തിൽ ശരീരത്തെ നമ്മൾ ഉപയോഗിക്കുന്നതും അതിനെ ഉപകാരപ്രദമാക്കുന്നതും ചിത്തത്തെ സംശോധനം നടത്തിക്കൊണ്ട് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചിത്തത്തിൻ്റെ ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ ആന്തരികമായിട്ടുള്ളൊരു മാറ്റമാണ്. അപ്പോൾ അവിടെയും ബാഹ്യമായിട്ടുള്ള ശരീരത്തിൻ്റെ പ്രകൃതം അത് അവിദ്യയാകട്ടെ എന്തുമാകട്ടെ നമ്മെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന സംസാരത്തിലേക്ക് ഭ്രമിപ്പിച്ച് അത്തരത്തിൽ അധപ്പതിപ്പിക്കുന്ന ഒരു സംഗതി ആകട്ടെ, എന്നാലും അതിൽ നിന്നെല്ലാം നമ്മൾ വിമോചിതരായിട്ട് അകത്തേക്ക് കടക്കണമെന്ന് അവിടെ വ്യക്തമാക്കുന്നു. അകത്താക്കുക, അകത്തേക്കാകുക. അപ്പോൾ ഇതെല്ലാം തന്നെ വാസ്തവത്തിൽ നമ്മൾ കടന്നു കയറിയ സന്ദർഭത്തെ ഓർമ്മിപ്പിക്കുകയാണ്. ഏതൊരു ചതുശ്ലോകിയാണോ ഇക്കാര്യം എന്നെ പറ്റി പറഞ്ഞത്, എന്നെ എന്ന് പറയുന്ന സമഗ്രമായിട്ടുള്ള രീതിയിലേക്ക് വരുമ്പോൾ സമഷ്ടിയായിട്ടുള്ള ഞാൻ, പ്രപഞ്ചത്തിൻ്റെ ഈശ്വരൻ എന്ന് പറയുന്ന തത്വവിശേഷം, അത് ഞാൻ വാസ്തവത്തിൽ ആരെയെന്ന് പ്രകടമാക്കുമ്പോൾ വ്യക്തമായിട്ട് വിശദീകരിക്കുമ്പോൾ ഞാൻ അകത്ത് കയറിയെന്ന് തോന്നും, അകത്ത് കയറുന്നില്ല എന്നും. അപ്പോൾ അത്തരത്തിൽ നിർമ്മമമായിരിക്കുന്ന ആത്മഭാവത്തെ അവതരിപ്പിച്ചുകൊണ്ട് ഞാനെന്ന് പറയുന്ന സത്യത്തെ പ്രകടമാക്കുന്ന ഭാഗവതത്തിൽ ഇവിടെ തൃതീയ സ്കന്ധത്തിലും ജനനം, നമ്മൾ ജനിക്കുക എന്ന് പറയുന്ന സർഗലീല, അത് ജനിക്കുക എന്നുള്ളത് പ്രാഥമികമായിട്ടുള്ളൊരു കടപ്പാടോ അല്ലെങ്കിൽ പ്രാഥമികമായിട്ടുള്ളൊരു വേദിയായിട്ട് തന്നെ വരികയാണ്. ജനിപ്പിക്കുക. ഞാൻ ഇത്രയും പറഞ്ഞത് എന്തെന്നില്ലാത്ത വഷളായിട്ടുള്ള ഈ എല്ലാ തരത്തിലും സെക്സ് എന്ന് പറയുന്ന ലൈംഗികതയുടെ അത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് പോകണമെന്നല്ല. ലൈംഗികതയല്ല സർഗത്തിന് അടിസ്ഥാനം. സർഗവിസർഗാദികൾക്കെല്ലാം തന്നെ അടിസ്ഥാനം സംയോഗമാണ്, സമ്യക്കായിരിക്കുന്ന യോഗമാണ്. പ്രകൃതി പുരുഷന്മാരുടെ സംയോഗത്തിലൂടെയാണ് സൃഷ്ടി നടക്കേണ്ടത് എന്ന് ചുരുക്കം. അപ്പോൾ ഈശ്വരനെ 2 തട്ടിൽ നിർത്തിക്കൊണ്ട് പ്രകൃതി പുരുഷന്മാരെന്നുള്ള മട്ടിൽ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ പ്രകൃതി എന്ന് പറയുന്ന നമ്മളെ മോഹിപ്പിക്കുന്ന പുരുഷൻ എന്ന് പറയുന്നത് വാസ്തവത്തിൽ വിദ്യയുടെ പ്രതീകമാണ്. രണ്ടും വിദ്യ തന്നെ, പക്ഷേ എങ്കിലും വ്യത്യസ്ത ചിന്താഗതികൾ വച്ചു പുലർത്തുമ്പോൾ രണ്ടും 2 തരത്തിൽ 2 തട്ടിൽ നമ്മളെ പ്രലോഭിപ്പിക്കുന്ന പ്രകൃതി, വേദവ്യാസൻ ഭാഗവത രചനയ്ക്ക് മുമ്പ് കണ്ടതായ പ്രകൃതി, മോഹിപ്പിക്കുന്ന പ്രകൃതി അല്ലെങ്കിൽ പ്രലോഭിപ്പിക്കുന്ന പ്രകൃതി, നമ്മളെ വഞ്ചിച്ചുകൊണ്ട് ഈശ്വരൻ താനാണെന്നുള്ള ബോധം ഇല്ലാതാക്കുന്ന പ്രകൃതി, അവർ തമ്മിലുള്ള സംയോഗം സൃഷ്ടിക്കാൻ വരും. അപ്പോൾ സൃഷ്ടി എന്ന് പറയുന്ന സർഗത്തിന് ആദ്യകാലഘട്ടത്തിൽ ഇതൊന്നും നമുക്ക് തോന്നുന്നില്ല. ആദ്യത്തെ ഈ ബ്രഹ്മാവിലേക്കുള്ള സൃഷ്ടിയിൽ അവിടെ സംയോഗത്തിന് പ്രസക്തിയില്ല. അത്തരത്തിൽ ഈ പറയുന്ന 2 വ്യക്തിത്വങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാർ എന്നുള്ള രീതിയിൽ അങ്ങനെ ഇണചേരുന്ന രീതിയൊന്നുമില്ല. പിന്നാലെയാണ് മൈഥുനാദി രീതിയിലുള്ള സൃഷ്ടികർമ്മത്തിലേക്ക് വരുന്ന വിസർഗലീലകൾ. ഇത് രണ്ടും നമ്മൾ ചിന്തിക്കണം. വാസ്തവത്തിൽ ഇന്നത്തെ കുട്ടികളുടെ പോക്ക്, ഇന്നത്തെ സമൂഹത്തിൻ്റെ വാസ്തവത്തിൽ ഗതികെട്ടൊരവസ്ഥ എന്താ കാരണം? ലൈംഗികത എന്ന് പറയുന്നത് ഒരു ആധ്യാത്മിക സവിശേഷത, മുറ്റി നിൽക്കുന്നൊരു സംഗതിയാണ് എന്നുള്ള മറന്നുപോയി. ലൈംഗികത എന്ന് പറയുന്നത് വെറും പേ പിടിച്ച ബലാത്കാരത്തിനും ബലാത്സംഗത്തിനുമുള്ളൊരു മാർഗമാണ് എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടു പോയി. ബ്രഹ്മചര്യം എന്ന് പറയുന്ന ദീക്ഷ ഒരു മനുഷ്യന് അനിവാര്യമാണെന്ന് പഠിപ്പിക്കാൻ കാരണം എന്താ? വളരെയേറെ നിയന്ത്രിതമായിട്ടുള്ളൊരു മനസ്സിൻ്റെ ഉടമയാകണം, ബുദ്ധിയുടെ ഉടമയാകണം. ലൈംഗികമെന്ന് മാത്രമല്ല, ശാരീരിക പ്രക്രിയകളിലെല്ലാം തന്നെ നിയന്ത്രിതമാകണം. ദമാദികളെല്ലാം ഉണ്ടാകണം. അത്തരത്തിൽ യമനിയമാദികളും ശമതമാദികളും എല്ലാം തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് ആ ചുരുങ്ങിയ ആദ്യത്തെ കാലഘട്ടം നമ്മൾ ബ്രഹ്മചര്യ ദീക്ഷയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ നമ്മളെല്ലാവരും തന്നെ ലൈംഗികമായിട്ട് കാര്യശേഷിയുള്ളവരായിട്ട് മാറും. കാര്യക്ഷമത. അപ്പോൾ കാര്യശേഷിയും കാര്യക്ഷമതയും ലൈംഗികതയ്ക്കുണ്ടാകണമെങ്കിൽ ആ പ്രായം, ഒരു പ്രത്യേക ടീനേജ് കഴിയുന്നവരേക്ക് നമ്മൾ അതിനെയെല്ലാം തന്നെ പ്രത്യേക നിയന്ത്രിതമാക്കണം. ഇന്ന് കുട്ടികളോട് പറഞ്ഞതിൽ കേൾക്കില്ല.
അവർ ഇതിനെ അവഹേളിക്കും. ഇത്തരത്തിൽ പ്രസംഗിച്ചാൽ അത് വാസ്തവത്തിൽ വിഡ്ഢിത്തം, അതിന് വേണ്ടിയല്ല ജനിച്ചത് എന്ന് അവർ വാസ്തവത്തിൽ ഉച്ചൈസ്തരം ഇങ്ങനെ ഘോഷിക്കും. ഞങ്ങളെല്ലാവരും തന്നെ ജനിച്ച കാലം മുതൽ ഇണചേർന്ന് നടക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അത്തരത്തിൽ ലൈംഗികത പ്രദർശിപ്പിച്ചുകൊണ്ട് പ്രകൃതിയെ വാസ്തവത്തിൽ ഇങ്ങനെ താലോലിച്ചുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് ജനിച്ചത് എന്നുള്ള ചിന്താഗതി ഇന്നത്തെ കുട്ടികൾ വേറിക്കൊണ്ട് നടക്കുമ്പോൾ അവരുടെ ആഹാരാദി രീതികളും അവർ കഴിക്കുന്ന ആഹാരങ്ങൾ അവരെ മോഹിപ്പിച്ച് എല്ലാ തരത്തിലും നശിപ്പിക്കുന്ന സംഗതിയും മറന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ്. ബ്രഹ്മചര്യമെന്ന സനാതന നമസ്കാരം പഠിപ്പിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഭാവി സുദൃഢമാക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല അടിത്തറ വളരെ വ്യക്തമായിട്ടും ഉണ്ടാക്കിക്കൊടുത്താൽ അതിന്മേൽ കെട്ടി നമ്മൾ ഉയർത്തുന്ന കെട്ടിടത്തിൻ്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. അടിത്തറ എന്നായിരിക്കണം. അപ്പോൾ എല്ലാ തരത്തിലും സ്ട്രോങ് ഫൗണ്ടേഷനായിരിക്കുന്ന ബ്രഹ്മചര്യം ഈ സൃഷ്ടി കഴിഞ്ഞ മനുഷ്യൻ്റെ ആദ്യത്തെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഞാൻ കടന്നു വരുന്നത് തൃതീയ സ്കന്ധത്തിലെ അവതാര മഹിമയിലേക്കാണ്. വളരെയേറെ ബേസ്, വളരെയേറെ അടിസ്ഥാനം ഇക്കാര്യത്തിൽ നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഈ എല്ലാ തരത്തിലും സൃഷ്ടികർമ്മത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ അതിന് അടിസ്ഥാനപരമായിട്ട് ബ്രഹ്മചര്യം വേണമെന്ന് പറയാൻ കാരണം, ബ്രഹ്മചര്യ ദീക്ഷയോടുകൂടി നമ്മൾ സൃഷ്ടിക്ക് തയ്യാറായാൽ അതിൽ നിന്നും സംജാതരാകുന്ന കുട്ടികളെല്ലാവരും പ്രഗത്ഭമതികളാവും. അവരുടെ ബുദ്ധി എന്ന് പറയുന്നത് ശ്രേഷ്ഠമായിരിക്കും. അത്തരം ശ്രേഷ്ഠ ബുദ്ധികളെ അല്ലെങ്കിൽ അത്തരത്തിൽ പ്രഗത്ഭന്മാരായിട്ടുള്ള പരമ്പരയെ വാർത്തെടുക്കാൻ നമുക്ക് തീർച്ചയായിട്ടും ബ്രഹ്മചര്യം വേണം. ഈ ബ്രഹ്മചര്യം എന്ന് പറയുന്ന അടിസ്ഥാനപരമായിട്ടുള്ള തത്വം കഴിഞ്ഞിട്ടില്ലേ ഗൃഹസ്ഥാശ്രമം. ശരീരം വേണ്ടേ? ബ്രഹ്മചര്യം ദീക്ഷിക്കുന്നതിന് ശരീരം വേണ്ടേ? അപ്പോൾ സൃഷ്ടിക്കെല്ലാം തന്നെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളിൽപ്പെട്ട് നമ്മൾ പഠിക്കുന്ന ഈ പറയുന്ന ചതുരാശ്രമങ്ങളിലും ആദ്യത്തെ ബ്രഹ്മചര്യമായാലും രണ്ടാമത്തെ ഗൃഹസ്ഥാശ്രമമായാലും ധന്യമാകണമെങ്കിൽ അവിടെയും നമുക്ക് നിയന്ത്രണം ആവശ്യമാണ്. അപ്പോൾ ശരീരം നിയന്ത്രിക്കപ്പെടേണ്ട ഒന്നാണെന്ന് വന്നു. ശരീരത്തെ നിയന്ത്രിക്കുമ്പോൾ മാനസികമായിട്ടുള്ള നിയന്ത്രണവും ബൗദ്ധികമായിട്ടുള്ള നിയന്ത്രണവും പഞ്ചേന്ദ്രിയങ്ങളെയും എല്ലാ തരത്തിലും പഞ്ചഭൂതങ്ങളെയും എന്ന് വേണ്ട എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് വരുമ്പോൾ നമുക്കുണ്ടാകുന്ന കഴിവ്, അവിടെ അണ്ടർലൈൻ ചെയ്യേണ്ടത് കഴിവ്. ആ കഴിവ് എന്ന് പറയുന്നത് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞൊരു മനുഷ്യൻ്റെ ലക്ഷ്യമാണ്. അവൻ ജനിച്ചത് കഴിവുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണാവോ കഴിവ്? ആ കഴിവ് എന്ന് പറയുന്നത് ദാമ്പത്യ ജീവിതത്തിൽ പ്രദർശിപ്പിക്കുന്ന കഴിവ്, ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുട്ടികൾക്ക് കൂടുതൽ മേന്മ നൽകുന്ന ആ പതിവ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കഴിവ്. അതിനടിസ്ഥാനപരമായിട്ട് ബ്രഹ്മചര്യം ദീക്ഷിച്ചുകൊണ്ട് ലൈംഗികമായിട്ടുള്ള അതിക്രമങ്ങളിലേക്ക് കടക്കാതെ, അക്രമങ്ങളിലേക്ക് പോകാതെ, ലൈംഗികമായിട്ടുള്ള അരാജകത്വത്തിലേക്ക് പ്രവേശിക്കാതെ എല്ലാ തരത്തിലും അതിനെ ഏറ്റവും സുന്ദരമായിരിക്കുന്ന, അഭൗമമായിരിക്കുന്ന, ആധ്യാത്മികമായിരിക്കുന്ന ഒരു വിശേഷമായിട്ട് അതിനെ കണ്ടു മുന്നോട്ട് പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന നേട്ടങ്ങൾ നിസ്സാരമല്ല. ഇനി തൃതീയ സ്കന്ധം മുതൽ സർഗാദി ലീലകൾ ഇങ്ങനെ വിവരിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ കാണാനിരിക്കുന്ന ആ പ്രഗത്ഭമതികൾ പരമഹംസന്മാർ അവരെല്ലാവരും അങ്ങനെയായി എന്ന് ചോദിച്ചാൽ ഈ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിച്ചത് കൊണ്ടാണ്. കടന്നു വരാവുന്നുകൂടി. അപ്പോൾ എല്ലാ തരത്തിലും തൃതീയ സ്കന്ധത്തിൽ സർഗവും വിസർഗവും, സർഗത്തിൻ്റെ ലക്ഷണമാണെങ്കിൽ തന്നെ സർഗവിസർഗാദികളെല്ലാം തന്നെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു സ്കന്ധമായിട്ട് അതിനെയും കാണാം. എല്ലാ ലക്ഷണങ്ങളും എല്ലായിടത്തും ഇങ്ങനെ പരസ്പരം സമന്വയിപ്പിച്ചുകൊണ്ടും അതെല്ലാം യോജിപ്പിച്ചുകൊണ്ടാണ് ഭാഗവത്തിൻ്റെ പോക്ക്. അപ്പോൾ തൃതീയ സ്കന്ധത്തിൽ പൂർണ്ണമായിട്ടും സർഗമാണെന്ന് പറയുന്ന നിവൃത്തിയില്ല. അവിടെ വിസർഗം കടന്നു വരുന്നു. വിസർഗം കടന്നു വന്നതിന് ശേഷമാണ് പിന്നാലെയുള്ള ഈ അവതാര കഥകളെല്ലാം തന്നെ ഉണ്ടാകുന്നതും. അപ്പോൾ എല്ലാ തരത്തിലും ഒരു മനുഷ്യൻ ഒരു നരജന്മം കിട്ടിക്കഴിഞ്ഞാൽ അത് ധന്യമാക്കുക എന്നുള്ള രീതിയിലേക്കാണ് നാം തൃതീയ സ്കന്ധം മുതലുള്ള കഥാഗോളങ്ങളെ പഠിക്കാൻ അടിസ്ഥാനമായിട്ടുള്ള പഠനം അത്തരത്തിലായിരിക്കണമെന്ന്. അപ്പോൾ വളരെയേറെ പ്രാധാന്യം അറിയിക്കുന്ന ഈ സംഗതി നമുക്ക് നമ്മുടെ മുന്നിൽ വെച്ചുകൊണ്ട് സർഗവിസർഗാദി ലീലകൾ അല്ലെങ്കിൽ സൃഷ്ടി, അത് അവാന്തര സൃഷ്ടി ഇത്യാദി കാര്യങ്ങൾ ഇതെല്ലാം തന്നെ പഠിക്കുമ്പോൾ അതിന് അടിസ്ഥാനപരമായിട്ട് സൂക്ഷ്മതലത്തിൽ നിന്ന് സ്ഥൂലതലത്തിലേക്ക് കടക്കുക എന്ന് പറയുന്നൊരു പ്രവൃത്തി കാണാം. ആരാണപ്പോൾ ഈ സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലത്തിലേക്ക് കടക്കുന്നത്? അത് ഞാനാണെന്ന് ഉറപ്പിച്ച് പറയാൻ നമുക്ക് കഴിവില്ലാതെ പോകുന്നതാണ് ഈ ആധ്യാത്മതയ്ക്ക് കുറവ് വരാൻ കാരണം. ഞാൻ ഇന്നലെ സൂക്ഷ്മതലത്തിലായിരുന്നു, ഇന്നിപ്പോൾ സ്ഥൂലതലത്തിലേക്ക് കടന്നു വന്ന ഞാനാണ്. ആ സ്ഥൂലതലത്തിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട് ഞാനൊരു ശരീരത്തെ കണ്ടുപിടിച്ചു, അതിൽ കടന്നു കയറി, എന്നിട്ട് ഞാനിങ്ങനെ പോന്നിരിക്കുകയാണ് സ്ഥൂല പ്രപഞ്ചത്തിലേക്ക്. അപ്പോൾ സൂക്ഷ്മം എന്ന് പറയുന്ന ആ അവസ്ഥ അത് നമ്മൾക്കെല്ലായ്പ്പോഴും ഉള്ളത്. അത് സ്ഥൂലത്തിലേക്കുള്ള യാത്രയായി വരുമ്പോൾ സർഗമായി വിസർഗമായി എന്ന്, ശരീരമായി, അവയവങ്ങളായി, പ്രകൃതിയായി, പ്രപഞ്ചമായി, നമ്മുടെ ജീവിതമായി, അത്തരത്തിലുള്ള എല്ലാം തന്നെ കടന്നു വരികയാണ്. അപ്പോൾ ഈ സർഗവിസർഗാദി കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ ശരീരത്തിൻ്റെ
അനുപേക്ഷണീയത അല്ലെങ്കിൽ അനിവാര്യത, ഇത് മനസ്സിലാക്കിക്കൊണ്ട് പോകുമ്പോഴാണ് ശരീരത്തെ ദൃഢമാക്കണം, ശരീരത്തെ ഉപയോഗപ്രദമാക്കണം, ശരീരത്തിൽ നമുക്ക് ലക്ഷ്യം സാധിക്കാനുള്ള എല്ലാ അവസരവും ഉണ്ടാകണം. പിന്നാലെ ഇനി ഏത് സ്കന്ധമെടുത്താലും ഇത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ശരീരത്തിൽ ഇരുന്നു കൊണ്ട് സൂക്ഷ്മതലത്തെ സ്വാംശീകരിക്കുന്ന ആ രീതിയാണ് സാധന. ഈ ശരീരത്തെ സാധനാവിഗ്രഹം എന്ന് തന്നെ പറയണം. ആയുർവേദം പറഞ്ഞതും ശരീരമാദ്യം ഖലു ധർമ്മസാധനം എന്ന ധർമ്മസാധനയാണ്. ധർമ്മത്തെപ്പറ്റി പറയുമ്പോൾ നമ്മൾ ഈശ്വരൻ എന്ന് പറയില്ലേ? ധർമ്മം വാസ്തവത്തിൽ ഈശ്വരൻ തന്നെ. അപ്പോൾ ഈ ബ്രഹ്മത്തെ അന്വേഷിക്കുന്ന പോലെ ധർമ്മവും ഈ പറയുന്നതിൽ ജിജ്ഞാസുക്കളായിരിക്കുന്ന മനുഷ്യർ ധർമ്മത്തിൽ തന്നെ കുടികൊണ്ടുകൊണ്ട് ഈശ്വരാന്വേഷണം നടത്തണം. കാരണം ധർമ്മമാണ് ഈശ്വരൻ, ഈശ്വരനാണ് ധർമ്മം, സത്യമാണ് ധർമ്മം, സത്യമാണ് ഈശ്വരൻ. ഇതെല്ലാം തന്നെ വളരെയേറെ സനാതനധർമ്മത്തിൻ്റെ വശങ്ങളാണ്. അപ്പോൾ എല്ലാ തരത്തിലും ഇങ്ങനെ ധ്യാനിച്ചിരിക്കണമെങ്കിൽ അതിന് പറ്റിയൊരു ശരീരം വേണ്ടേ? പറ്റിയൊരു ശരീരമുള്ളൊരു വ്യക്തിയെ ചിത്രീകരിച്ചുകൊണ്ടാണ് നമ്മൾ ദ്വിതീയ സ്കന്ധത്തിൽ ഭഗവാൻ ശ്രീനാരായണനെ ധ്യാനിച്ചിരിക്കുന്ന തപസ്സിൽ ഇങ്ങനെ ആകൃഷ്ടനായിട്ട് അതിനകത്ത് വ്യാപൃതനായിട്ടിരിക്കുന്ന ബ്രഹ്മാവിനെ കാണുന്നത്. തപസ് ഒന്ന് ചിന്തിച്ചു നോക്കൂ. സൂക്ഷ്മതലത്തിൽ എന്ത് തപസ്? സൂക്ഷ്മതലത്തിൽ വർത്തിക്കുന്ന ജീവൻ അല്ലെങ്കിൽ ആത്മസ്വരൂപം, അതിനെന്ത് തപസ്? ഈ തപസ് എന്ന് പറയുന്ന കുത്തിയിരിക്കുന്നൊരു പ്രവണത ശരീരത്തിലെ എല്ലാ വികൃതികളെയും അതിൻ്റെ സ്വഭാവങ്ങളെയും അതിൻ്റെ പ്രകൃതങ്ങളെയും നമ്മെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന എല്ലാ പ്രവൃത്തികളെയും നിയന്ത്രിക്കുന്ന അതല്ലേ തപസ്. തപിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിയന്ത്രിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിരോധിച്ചുകൊണ്ട് ബാഹ്യമായിട്ടുള്ള പ്രകടനങ്ങൾക്കെല്ലാം തന്നെ വളരെയേറെ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് നമ്മൾ സ്വസ്ഥമായിട്ടിരിക്കുമ്പോഴല്ലേ തപസ്സുള്ളൂ. ബ്രഹ്മാവ് തന്നെ ദ്വിതീയ സ്കന്ധത്തിൽ കാണിച്ചു തന്ന് തൻ്റെ മൂലമന്വേഷിച്ചങ്ങേര് യാത്രയായി. മൂലമന്വേഷിച്ചുള്ള യാത്ര, അടിസ്ഥാനമന്വേഷിച്ചുകൊണ്ട് എന്നുള്ള അർത്ഥത്തിൽ ഞാൻ ആര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കാൻ ഇറങ്ങി തിരിച്ചു എന്ന് വേണ്ടേ പഠിക്കാൻ. ഞാൻ ആര് എന്നറിയാനായിട്ട് താമരയിലിരിക്കുന്ന ആ ബ്രഹ്മദേവൻ താമര തണ്ടിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ താഴത്തേക്ക് പോയിട്ട് അനവരതം ഇങ്ങനെ അന്വേഷണം നടത്തിയിട്ട് എത്തും പിടിയും കിട്ടാതെ തിരിച്ചു പോരേണ്ട ഗതികേട് വന്നപ്പോൾ തപസ്സനുഷ്ഠിക്കാനുള്ള നിർദ്ദേശം ഒരശരീരി കേട്ടിട്ട് താമരപ്പൂവിലിരുന്ന് തപസ്സനുഷ്ഠിക്കുക. തപസ് ശരീരത്തിൻ്റെ ആവശ്യകത, ശരീരത്തിൻ്റെ അനുപേക്ഷണീയമായിട്ടുള്ളൊരു പ്രവൃത്തി. ഈ ശരീരം കൊണ്ട് തപസ്സനുഷ്ഠിച്ചിട്ട് വേണമെന്ന കാര്യങ്ങൾ നേടാനെന്ന് ഒന്നുകൂടി കടക്കാം. ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള വിഷയം മനസ്സിലാക്കിയില്ല എങ്കിൽ ഒരു മനുഷ്യനും ഈ പറയുന്ന ആധ്യാത്മികത ഉണ്ടാവില്ല, ഭാഗവതം ഉണ്ടാകില്ല, സപ്താഹവും ഇല്ല, യജ്ഞവും ഇല്ല, ഒന്നും ഉണ്ടാവില്ല. കാരണം നമ്മൾ ഈ പറഞ്ഞ ഈ സൂക്ഷ്മതലത്തിലേക്ക് എത്തണമെങ്കിൽ ശരീരത്തെ മെരുക്കാതെ അതിനെ നിലയ്ക്ക് നിർത്താതെ അതിനെ നിലനിർത്താതെ അതിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിവില്ലാതെ എങ്ങനെ സൂക്ഷ്മതലത്തിലേക്ക് എത്തും? അപ്പോൾ ആരാഞ്ഞറിയുന്നതിന് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം പോലെ സ്കൂൾ എന്നുള്ള മട്ടിൽ ഒരു കലാലയം അല്ലെങ്കിൽ ഒരു ഈ വിദ്യാലയം എന്നുള്ള മട്ടിൽ നമ്മൾ ശരീരത്തെ കാണണം. ശരീരത്തെ ക്ഷേത്രമായിട്ട് കാണണമെന്ന് ഏതായാലും ആചാര്യൻ സാക്ഷാൽ പരമാചാര്യനായ ശ്രീകൃഷ്ണ പരമാത്മാവ് അർജുനനോട് പറയുന്ന പോലെ ശരീരക്ഷേത്രമാണ് എന്ന് പറയുന്ന പോലെ ശരീരം ദേവാലയമാണെന്ന് അദ്ദേഹം പറയും. എന്താ കാരണം? ദേവാലയം ദേവനകത്ത് കൂടി കൊള്ളുന്നു. അപ്പോൾ ഈ ദേവാലയത്തിലുള്ള ദേവനെ കണ്ടുപിടിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണമെങ്കിൽ ശരീരം കൂടിയേ കഴിയും. അങ്ങനെ എല്ലാ തരത്തിലും ശരീരത്തെ വേണമെന്ന് നമ്മെ ആദ്യം പഠിപ്പിച്ച് ചതുർമുഖനാണ്. നാൻമുഖൻ ഇങ്ങനെ ജനിക്കുന്നു. നാൻമുഖൻ ജനിക്കുന്നപ്പോൾ സർഗം കഴിഞ്ഞ് വിസർഗത്തിലേക്ക് കിടക്കുകയാണ്. ഏതായാലും ഈ നാൻമുഖൻ എന്ന് പറയുന്ന ബ്രഹ്മാവ് താമരപ്പൂവിലിരുന്ന് തപസ്സനുഷ്ഠിച്ചതിൻ്റെ ഫലമായിട്ടല്ലേ ചതുശ്ലോകി അദ്ദേഹത്തിന് കിട്ടിയത്. എവിടെ നിന്ന് കിട്ടി? നാൻമുഖൻ്റെ മുമ്പിൽ നാരായണൻ പ്രത്യക്ഷമായി എന്ന് കണ്ണടച്ച് ധ്യാനിച്ചിരിക്കുന്ന യമനിയമാദികളും ശമതമാദികളും നിയന്ത്രണവും പ്രാണായാമാദികളും അത്തരത്തിലുള്ള സകല സംഗതികളും അനുഷ്ഠിച്ചിങ്ങനെ ഇരിക്കുന്ന വ്യക്തിക്ക് പ്രകടമാകുകയാണ് ഞാൻ ആര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം. അതല്ലേ ഈ ചതുശ്ലോകി? ഞാൻ നാരായണനാണെന്ന് സ്വയം ഇങ്ങനെ പറയാനുള്ളൊരു അവസരം ഒരുക്കി കൊടുക്കുകയല്ലേ. നാരായണൻ പ്രത്യക്ഷപ്പെട്ടു എന്നാൽ ബാഹ്യമായിട്ട് വന്നു എന്ന് ചിന്തിച്ചാൽ പോലും ആ ബാഹ്യമായിട്ട് വന്നു നിൽക്കുന്ന നാരായണൻ പറഞ്ഞു കൊടുക്കുന്ന ഞാനെന്ന് പറയുന്ന സവിശേഷമായിരിക്കുന്ന സൂക്ഷ്മതലം അത് ഇന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ധരിപ്പിക്കുകയല്ലേ ബ്രഹ്മാവിനെ. അപ്പോൾ ബ്രഹ്മാവ് ഞാനാണ് എന്ന് പറയുമ്പോൾ ഞാനാണെന്ന് പറയുന്ന നാരായണനും ഞാനെന്ന് പറയുന്ന ഈ പ്രപഞ്ചത്തിലെ സകലതും ഞാൻ ഒന്ന് എന്നുള്ള മട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ആ തപസ് നടത്തണമെങ്കിൽ ശരീരം വേണ്ടേ? ശരീരം കൂടിയേ ഉള്ളൂ. അപ്പോൾ ഈ ശരീരം എടുത്തത് വാസ്തവത്തിൽ പല പല ഉദ്ദേശങ്ങൾ കൊണ്ടാണ്. ശരീരമാദ്യം ഖലു ധർമ്മ സാധനം. ധർമ്മം എന്ന് പറയുന്ന ഈ പുരുഷാർത്ഥങ്ങളിൽ ആദ്യത്തേത് ആ ധർമ്മം അനുഷ്ഠിക്കണമെങ്കിൽ ശരീരം വേണമെന്ന് വന്നു. ധരിച്ചതാണ് ധർമ്മം, ഉൾക്കൊണ്ടതാണ് ധർമ്മം. പ്രപഞ്ചത്തിൽ നമ്മൾ ജീവിച്ചു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പല കാര്യങ്ങളും ധരിച്ചു വച്ചിരിക്കുന്നത് ഉപയോഗപ്രദമാക്കി തീർക്കാനുള്ളതാണ് ശരീരം, ധർമ്മം ധരിക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ അത്തരത്തിലുള്ള ഈ ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ട് ധനുസ് ഈ പറയുന്ന ശരീരത്തെയെല്ലാം തന്നെ ധ്യാനനിഷ്ഠമാക്കിയപ്പോൾ വീണ് കിട്ടിയ ആ ചതുശ്ലോകിയിലൂടെ കടന്നുപോയ ബ്രഹ്മാവാണ് തൃതീയ സ്കന്ധത്തിലും കടന്നു വരുന്നത്. അവിടെയും തപസ്സാണ്. ഏതൊരു ബ്രഹ്മാവാണോ വാസ്തവത്തിൽ നാരായണനിലൂടെ ഭാഗവതം ഗ്രഹിച്ചത്, അതും ബ്രഹ്മാവല്ലേ. നാരായണം പത്മഭുവം വസിഷ്ഠം ഇത്യാദി ആ ഗുരുപരമ്പരയെ ഇങ്ങനെ വർണ്ണിച്ചു കഴിയുമ്പോൾ അതിലാദ്യം നാരായണൻ പറഞ്ഞു കൊടുക്കുകയാണ് ചതുശ്ലോകി. നാരായണൻ പറഞ്ഞു കൊടുക്കുന്ന ചതുശ്ലോകി ഭാഗവത്തെ ഗ്രഹിച്ച ഈ പറയുന്ന നാൻമുഖൻ എന്ന് പറയുന്ന ബ്രഹ്മാവ് പരമ്പര അവിടെ വരികയാണ്. അപ്പോൾ നാൻമുഖൻ എന്ന് പറയുന്ന ബ്രഹ്മാവ് താമരയിലിരുന്നു കൊണ്ട് ധ്യാനനിഷ്ഠനായപ്പോൾ പ്രകടമായ പ്രത്യക്ഷനായ ആ നാരായണൻ പറഞ്ഞു കൊടുക്കുന്ന ചതുശ്ലോകി ഉൾക്കൊള്ളണമെങ്കിൽ ശരീരം വേണ്ടേ? ശരീരം വേണം. 4 കൈകളോ താമരപ്പൂവിലിരിക്കുകയോ അല്ലെങ്കിൽ ഹംസത്തിൻ്റെ പുറത്തിരിക്കുകയോ 4 മുഖങ്ങളോടുകൂടി ഈ ചതുർമുഖൻ വാസ്തവത്തിൽ വേദങ്ങളെ ഇങ്ങനെ നമുക്ക് കിട്ടുകയോ അറിവ് പ്രകടിപ്പിക്കുകയോ പ്രദർശിപ്പിക്കുകയോ ചെയ്യുന്നതെല്ലാം തന്നെ. അപ്പോൾ ഇത്തരത്തിൽ ആദ്യത്തെ ഒരു പ്രത്യേക അവതാരമെന്ന് വിശേഷിപ്പിക്കാവുന്ന ബ്രഹ്മദേവനെ നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ കാണേണ്ടത് ഓങ്കാരത്തിൻ്റെ രജോഗുണം എന്ന് പറയുന്ന ഘടകത്തോടു കൂടിയാണ്. രജോഗുണം, ഓങ്കാരത്തിൻ്റെ രജോഗുണം എന്ന് പറയുന്ന ഘടകം. ഓങ്കാരമായ പൊരുൾ 3ആയി പിരിഞ്ഞു, ഉടനെ അങ്കാരമായി എന്നെല്ലാം തന്നെ എഴുത്തച്ഛൻ പറയുമ്പോൾ ഇത് വ്യക്തമാണ്. ഓങ്കാരം പിരിഞ്ഞാൽ കുഴപ്പമായി. അപ്പോൾ ഈ ഓങ്കാരം പിരിയാതിരുന്നാലോ രക്ഷയായി. അപ്പോൾ ഓങ്കാരം പിരിയാതെ ഇരുന്നാൽ അത് നമ്മൾ ക്ഷേമത്തിന്, ഐശ്വര്യത്തിന്, മോക്ഷത്തിന് എല്ലാത്തിനും കാരണമായിരിക്കുന്ന ബ്രഹ്മവാചകമായി. പക്ഷെ അത് പിരിഞ്ഞുപോയി, 3ആയിട്ട് തിരിഞ്ഞുപോയി. അങ്ങനെ 3ആയിട്ട് തിരിഞ്ഞിരിക്കുന്ന ഓംകാരത്തിൽ ആദ്യത്തെ ഘടകമായിട്ടുള്ള രജോഗുണം അത് ബ്രഹ്മാവായിട്ടിങ്ങനെ പരിണമിച്ചു. സാത്വികത എന്ന് പറയുന്ന 2ാമത്തെ ഗുണം അത് വിഷ്ണുവായിട്ട് പരിണമിച്ചു. താമസം എന്ന് പറഞ്ഞ കറുത്ത ഏറ്റവും ഒടുവിലത്തെ ഗുണം എന്ന് പറയാവുന്ന ത്രിഗുണങ്ങളിൽ 3ാമത്തേത് അത് ഈ രുദ്രനായിട്ടും പരിണമിച്ചു എന്ന് പറയുമ്പോൾ ബ്രഹ്മാവിഷ്ണു രുദ്രന്മാർ 3 പേരും ഈ ഓങ്കാരത്തിൻ്റെ 3 ഘടകങ്ങളായിട്ട് ഇങ്ങനെ പരിണമിച്ചു, 3ആയിട്ട് തിരിഞ്ഞു എന്ന് തന്നെ മനസ്സിലാക്കണം. അത് സൃഷ്ടി. എന്ത് സൃഷ്ടി? ശരീരത്തിൻ്റെ സൃഷ്ടി. ഏത് ശരീരം? ബ്രഹ്മാവിഷ്ണു രുദ്രന്മാരുടെ ശരീരം. എന്തിനപ്പോൾ അവർ രജോ ഗുണം കൊണ്ട് സൃഷ്ടിക്കാനും സാത്വികഗുണം കൊണ്ട് പാലിക്കാനും താമസഗുണം കൊണ്ട് അങ്ങനെ നശിപ്പിക്കാനും സംഹരിക്കാനും വേണ്ടിയിട്ട് സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന് പറയുന്ന ജന്മാദ്യസ്യ. അപ്പോൾ അതുപോലെ കാര്യങ്ങൾക്കെല്ലാം തന്നെ 3ആയിട്ട് പിരിഞ്ഞ് 3 ശരീരമുണ്ടായത് ശരീരമില്ലാത്ത ഓംകാരത്തിൽ നിന്നാണ്. ഓംകാരം എന്ന് പറയുന്ന സൂക്ഷ്മതലത്തിൽ നിന്നാണ്. അപ്പോൾ ഓംകാരം സൂക്ഷ്മം, അതിൽ നിന്ന് ശരീരം എടുക്കുക അല്ലെങ്കിൽ ത്രിമൂർത്തി ഭാവങ്ങളിലേക്ക് വരിക, അതെല്ലാം തന്നെ സൂക്ഷ്മതലത്തിലേക്ക് വരിക എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ഈ സർഗത്തെയും വിസർഗത്തെയും കാണണം. സർഗവിസർഗാദികൾ വാസ്തവത്തിൽ അനുപേക്ഷണീയമെന്ന് ചുരുക്കം. നമ്മൾ കടന്ന് ഇതിനെ അതിജീവിച്ചുകൊണ്ട് മറ്റെവിടെ എത്തിയാലും ഇത് ആദ്യത്തെ പടിയായിട്ട് നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിൽ ഇവരുണ്ട് എന്നുള്ള മട്ടിലേക്ക് കടന്നു പോകുമ്പോൾ ഇവരില്ല എന്ന് പറയുന്ന ഒടുവിൽ സൂക്ഷ്മതലത്തിലാണ്. അങ്ങനെ സ്ഥൂലം സൂക്ഷ്മം എന്ന് പറയുന്ന 2 തലങ്ങളെ വേണ്ട രീതിയിൽ ചിന്തിച്ചുറപ്പിക്കാൻ കഴിവുള്ള മനുഷ്യൻ അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സർഗലീലകൾ ഉൾക്കൊള്ളുന്ന തൃതീയം. വിസർഗവും അവിടെ കടന്നു വരുന്നു. ഏതായാലും നമുക്കൊന്ന് കടക്കാം. അവിടെ ഈ ബ്രഹ്മാവ് സൃഷ്ടിക്ക് വാസ്തവത്തിൽ തുനിഞ്ഞിരിക്കുന്ന സന്ദർഭം അവിടെയും സൃഷ്ടിക്ക് അനുവദിച്ചു കൊടുത്ത സാക്ഷാനാരായണ ഈശ്വരൻ. അപ്പോൾ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് സൃഷ്ടിക്ക് ഇങ്ങനെ മുതിർന്നിരിക്കുന്ന ആ ബ്രഹ്മാവ് തൻ്റേതായിട്ടുള്ള വൈഭവം പ്രകടിപ്പിക്കുന്നത് ഈ പറയുന്ന തപസ്സിലൂടെയാണ്. തപസ്സിൻ്റെ പരിണതഫലമായിട്ടാണ് ഓരോരോ ജന്മങ്ങളുണ്ടാകുന്നത് എന്ന് കാണാം. ഒന്ന് ചിന്തിച്ചു നോക്കും അല്പം. അത് ഓരോരോ ഭാഗങ്ങൾ വായിച്ചിങ്ങനെ പറയേണ്ട ഒരവസ്ഥയിലേക്ക് നമ്മൾ പോകരുത്. സപ്താഹവേദികളിലും സത്രവേദികളിലും ഇങ്ങനെ പറയുന്നത് വിട്ടിട്ട് നമ്മൾ അകത്തേക്ക് കടത്തി കൊണ്ടുവരുമ്പോൾ ഓരോരോ ശ്ലോകങ്ങളിങ്ങനെ ഉദ്ധരിച്ചുകൊണ്ട് അവയുടെ അന്വയാദികൾ പറഞ്ഞുകൊണ്ട് അതിനർത്ഥം ഇങ്ങനെ കൽപ്പിച്ചുകൊണ്ട് പ്രസംഗിക്കുന്ന രീതി വാസ്തവത്തിൽ ഉപയോഗപ്രദമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇവിടെ ബ്രഹ്മാവ് ഇരിക്കുകയാണ് സൃഷ്ടിക്കാനായിട്ട്. ബ്രഹ്മാവ് സൃഷ്ടിക്കാനായിട്ടിരിക്കുന്ന സശരീരനായിട്ട്. അപ്പോൾ സകളനായിരിക്കുന്ന ബ്രഹ്മാവ് ഇങ്ങനെ സൃഷ്ടിക്കാനായിട്ട് ഇരിക്കുമ്പോഴാണ് വാസ്തവത്തിൽ തൻ്റെ മനസ്സിൽ നിന്നിങ്ങനെ സനകാദികളുണ്ടാകുന്നു. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്ന് പറയുന്ന ആ ചതുർവിധങ്ങളായിട്ടുള്ള കരണങ്ങളിൽ നിന്ന് അന്ധകരണത്തിൽ നിന്ന് 4 പേരുണ്ടാകുന്നു. അവരാണ് സനകാദികളെന്ന് പറയുന്നു. നോക്കൂ, എന്തെല്ലാം സൃഷ്ടികളാണ് അവിടെ നമ്മൾ കാണുന്നത്. ഇക്കൂട്ടത്തിൽ പ്രാധാന്യം അറിയിക്കുന്ന സനകാദികൾ തന്നെ ആദ്യത്തെ സൃഷ്ടി. ഈ സനകാദികളാണ് ഇനി തൃതീയ സ്കന്ധത്തിൽ ഇങ്ങനെ പോകുന്നുണ്ട് വിഷ്ണുവിനെ കാണാനായിട്ട്. പരസ്പരം ബന്ധിപ്പിച്ച് ഘടിപ്പിച്ച് അതിൻ്റേതായുള്ള അർത്ഥതലങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് നമ്മൾ യച്ഛരണ്ണൻ പ്രപഠൻ വിചാരണപരോ എന്ന് പറയുന്ന രീതിയിലേക്ക് കടക്കുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് വേണം? ബ്രഹ്മാവ് സൃഷ്ടിക്ക് വേണ്ടി തപസ്സനുഷ്ഠിക്കുന്നു. അദ്ദേഹത്തിൽ നിന്ന് ഇങ്ങനെ പലതും ഉണ്ടായി വരുന്നു. അങ്ങനെ ഉണ്ടായി വരുന്ന കൂട്ടത്തിലാണ് വാസ്തവത്തിൽ
നെറ്റിത്തടത്തിൽ നിന്ന് ഒരു രുദ്രൻ പ്രാദുർഭവിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. രുദ്രൻ, ഈ രുദ്രൻ നീലലോഹിതൻ എന്നുള്ള പേരിൽ പുറത്തേക്ക് വരുന്നതും ആ രുദ്രാവതാരവും പോലും ഇവിടെ കണ്ടിട്ടാണ് വാസ്തവത്തിൽ അവതാരങ്ങളുടെ രീതികളെല്ലാം തന്നെ പഠിച്ചുകൊണ്ട് അവിടെ ഈ ജനനം അല്ലെങ്കിൽ ഈ സൃഷ്ടി എന്ന് പറയുന്ന അവരിൽ അർപ്പിതമായിട്ടുള്ള കർത്തവ്യത്തിൻ്റെ പ്രത്യേകതകളെല്ലാം തന്നെ മനസ്സിലാക്കുന്നത്. ബ്രഹ്മദേവൻ രണ്ടായിട്ടിങ്ങനെ തിരിയ എന്നുള്ള രീതിയിലല്ലേ പിന്നത്തെ സൃഷ്ടി, ശരീരത്തെ രണ്ടാക്കി മാറ്റുക എന്ന്. ഒരൊറ്റ ശരീരത്തിൽ നിന്ന് മനസ്സിലുള്ള 4 ഘടകങ്ങളെ അന്ധകരണ ചതുഷ്ടയത്തെ 4 കുട്ടികളായിട്ട് ഇങ്ങനെ മാറ്റിയിട്ട് മരീച്യാദി ഈ പറയുന്ന ഋഷീശ്വരന്മാരെയെല്ലാം തന്നെ സൃഷ്ടിച്ച് അല്ലെങ്കിൽ രുദ്ര പ്രാദുർഭാവം ഇതുപോലും നടത്തിയിട്ട് അദ്ദേഹം പിന്നാലെ ചെയ്യുന്ന പ്രവൃത്തി എന്താ? എൻ്റെ ശരീരത്തിൽ ഇതാ 2 പേരെ ഞാൻ സൃഷ്ടിക്കുന്നു. ശരീരം വേണ്ടേ? ഇടതുവശം വലതുവശം എന്ന് പറയുന്ന 2 വശങ്ങളിൽ നിന്ന് വലതുവശത്ത് നിന്ന് ഇതാ വരുന്നു സ്വയംഭുവ മനു. സ്വയം ജനിച്ചത് കൊണ്ടോ സ്വയംഭുവൻ എന്നുള്ള പേരോടുകൂടി വരുന്ന മനു, ആദ്യ മനു നമ്മുടെ പൂർവികൻ. അപ്പോൾ മനുഷ്യരുടെ എല്ലാവരുടെയും പൂർവികനായിട്ടുള്ള ആദ്യത്തെ മനു ബ്രഹ്മാവിൻ്റെ ഈ വലം ഭാഗത്ത് നിന്ന് പോന്നു എങ്കിൽ ഇടം ഭാഗത്ത് നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് അപ്പോഴേ തന്നെ പോരുകയാണ് ശതരൂപ എന്ന് പറയുന്ന പ്രകൃതി. പുരുഷ പ്രകൃതികളെ ഒറ്റ അല്ലെങ്കിൽ ഒമ്മ എന്ന് പറയുന്ന രീതിയിലിരിക്കുന്ന ബ്രഹ്മാവ് സൃഷ്ടിക്കുകയാണ് പുരുഷ പ്രകൃതികളെ. ചിന്തിച്ചു നോക്കൂ. ഇവിടെ ഭാര്യാഭർത്തൃഭാവം സ്വീകരിച്ചുകൊണ്ട് അവർ 2 പേരും ചേരുന്നു. ഒന്നായതിന് ഇഹ രണ്ടെന്ന് കണ്ടുള്ളവയിലുണ്ടായ റിണ്ടലെന്നെല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് നമ്മൾ എന്തെല്ലാം പറഞ്ഞാൽ പോലും ഇത് പ്രകൃതിയുടെ നിയമമാണ്. ഇതെല്ലാം തന്നെ ഈശ്വരാന്വേഷണത്തിന് ഉതകുന്ന രീതികളുമാണ്, മാർഗങ്ങളുമാണ്. ഇതൊന്നും ഉപേക്ഷിക്കാൻ പറ്റില്ല. അങ്ങനെ പ്രകൃതിയായിട്ട് ശതരൂപയും പുരുഷനായിട്ട് ഈ പറയുന്ന സ്വയംഭൂമനവും അങ്ങനെ പുരുഷ പ്രകൃതികൾ വന്നിട്ട് അവരുടെ സംയോഗമാണ് പിന്നാലെ നമ്മൾ കാണുന്നത്. ഈ പുരുഷ പ്രകൃതികൾ സംയോഗത്തിലേർപ്പെട്ട് യോജിച്ചതിന് ശേഷം അവിടെ ഉണ്ടാകുന്ന കുട്ടികളെപ്പറ്റി പറയുന്നു. തുടങ്ങുകയാണ് മൈഥുന ലീല, അല്ലെങ്കിൽ മിഥുനങ്ങളായിട്ട് ഇണകളായിട്ട് ഇണചേർന്നുകൊണ്ട് പിന്നാലെ സൃഷ്ടി നടത്തുന്ന രീതിയെപ്പറ്റി വർണ്ണിക്കുമ്പോഴാണ് സ്വയംഭൂമനുവും ശതരൂപയും 2 പേര് ബ്രഹ്മദേവൻ്റെ ഇടംവലം ഭാഗങ്ങളിൽ നിന്നുണ്ടായവർ 2 പേരും മൈഥുനം എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ 3 പെൺകുട്ടികളെയും സൃഷ്ടിച്ചു, 2 ആൺകുട്ടികളെയും സൃഷ്ടിച്ചു എന്ന് ഭാഗവതത്തിൻ്റെ തുടക്കമാണെന്ന് പറയാം. പലതും പറഞ്ഞു കഴിഞ്ഞെങ്കിൽ തന്നെ ഭാഗവതത്തിൽ സൃഷ്ടിയെല്ലാം തന്നെ പറഞ്ഞ് പ്രധാനപ്പെട്ട 2 പ്രധാനപ്പെട്ട സൃഷ്ടിയെപ്പറ്റി സ്വയംഭൂമനുവിനെപ്പറ്റിയും ശതരൂപയെപ്പറ്റിയും പറഞ്ഞ് അവരിൽ നിന്ന് ജനിക്കുന്ന 2 ആൺകുട്ടികളെയും 3 പെൺകുട്ടികളെയും പറയുന്ന രംഗത്തേക്ക് വരികയാണ്. അപ്പോൾ ഇവിടെയെല്ലാം തന്നെ നമ്മൾ പഠിക്കേണ്ടത് ശരീരം വേണം. എന്തിനാണ്? അപ്പോൾ ഈ ശരീരം വച്ചിട്ടല്ലേ ഞാൻ പറയുന്നത്, ശരീരം വച്ചിട്ടല്ലേ നിങ്ങൾ കേൾക്കുന്നത്. ശരീരമില്ല എങ്കിൽ എന്തു ഭാഗവതം, ഏത് ഭാഗവതം? ഇത് വായിക്കണമെങ്കിലും പറയണമെങ്കിലും വേണ്ടേ, യജ്ഞം നടത്തണമെങ്കിലും അതിൽ കുത്തിയിരുന്ന് കേൾക്കണമെങ്കിലും വേണ്ടേ ഈ പറയുന്ന ശരീരം. അപ്പോൾ ശരീരം നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ പ്രകൃതി പുരുഷൻ എന്നുള്ള മട്ടിലുള്ള സ്വയംഭൂമനവും ശതരൂപയും തമ്മിൽ മേളിച്ചിട്ട് സമ്മേളിച്ചിട്ട് അതിൽ നിന്ന് 3 കുട്ടികൾ പെൺകുട്ടികളുണ്ടാകുന്നു. ആകൂതി, പ്രസൂതി, ദേവഹൂതി എന്ന് പറയുന്ന 3 പേരുകളെല്ലാം തന്നെ അന്വർത്ഥങ്ങളാണ്. അവിടെ സ്വയംഭൂമനു എന്ന് പറയുന്ന സ്വയം ജനിച്ചത് കൊണ്ട് ആ പ്രാധാന്യമേറി. ആ സമയത്ത് ഇടതുവശത്ത് നിന്ന് ഈ പറയുന്ന പ്രകൃതി ശതരൂപ എന്നുള്ള മട്ടിൽ വന്നപ്പോൾ പ്രകൃതിയുടെ സ്വഭാവവും കാണിച്ചു. ശതരൂപ പ്രകൃതിയുടെ രൂപം നിശ്ചയിക്കാൻ ആർക്കും സാധ്യമല്ല. അതിങ്ങനെ മാറി മറിഞ്ഞു വരും. പ്രകൃതിയിലെ പ്രതിഭാസങ്ങളും പ്രക്രിയകളും എല്ലാം തന്നെ നമുക്ക് നിർവചിക്കാൻ പറ്റില്ല. അതിൻ്റെ സ്വഭാവം എപ്രകാരം മാറി മറിയുമെന്നൊന്നും പ്രവചിക്കാനും പറ്റില്ല. അപ്പോൾ അത്തരത്തിലുള്ള പ്രകൃതിയാണ് ശതരൂപ എന്ന് പേരിട്ടു ഭാഗവത കർത്താവ്. വളരെ അനർത്ഥമായിട്ടുള്ള പ്രയോഗങ്ങളാണ്. ഇങ്ങനെയുള്ള 2 പേർക്കാണ് ആകൂതി, പ്രസൂതി, ദേവഹൂതി എന്ന് പറയുന്ന 3 പെൺകുട്ടികൾ. രുചി പ്രജാപതി എന്ന് പറയുന്ന പ്രജാപതിക്ക് ഈ പറയുന്ന ആകൂതിയെ കൊടുത്തിട്ട് പ്രസൂതിയെ ദക്ഷ പ്രജാപതിക്ക് കൊടുത്തിട്ട് ദേവഹൂതി എന്ന് പറയുന്ന ആ 3ാമത്തെ ആ പെൺകുട്ടിയെ അത് കൊടുക്കുന്നത് കർദമ പ്രജാപതിക്കാണ്. 3 പ്രജാപതിമാർക്ക് ഈ പെൺകുട്ടികളെ കൊടുക്കുകയാണ്. പ്രജാപതി എന്ന് പറയുന്ന സങ്കല്പം തന്നെ പ്രജകളുടെ പതി. പ്രജകളെല്ലാം തന്നെ ഉണ്ടായത് ഈ പറയുന്നവരിൽ നിന്നാണ്. ദക്ഷ പ്രജാപതി, കർദമ പ്രജാപതി, അല്ലെങ്കിൽ രുചി പ്രജാപതി എന്ന് പറയുന്ന കശ്യപ പ്രജാപതി, ഇങ്ങനെ പ്രജാപതിമാർ. ആ പ്രജാപതിമാരിൽ നിന്നാണ് സകല ജീവജാലങ്ങളും ഉണ്ടായത് എന്ന് ഭാഗവതാദി പുരാണങ്ങൾ ഘോഷിക്കുമ്പോൾ പ്രജാപതിമാർക്ക് ഈ സ്ത്രീകളെ ജനിപ്പിച്ചു കൊടുക്കുകയാണ്. പ്രജാപതിമാരെന്ന് പറയുന്ന പുരുഷന്മാരെ അവർ വാസ്തവത്തിൽ ഈ പറയുന്ന മിഥുനങ്ങളായിട്ട് ഭവിക്കട്ടെ, മൈഥുന രീതിയിലൂടെ ഇനി പരമ്പര വർദ്ധിക്കട്ടെ എന്ന് ഭാഗവതം പറയുകയാണ്. ആ രീതിയിൽ രുചി പ്രജാപതിക്ക് നൽകിയ ആകൂതി എന്ന് പറയുന്ന ആ ധന്യയായിട്ടുള്ള സ്ത്രീരത്നം, അതുപോലെ പ്രസൂതി എന്ന് പറയുന്ന ദക്ഷപ്രജാപതിയുടെ ഭാര്യാപദം അലങ്കരിക്കുന്നവൾ,
ഇനി ദേവഹൂതി എന്ന് പറയുന്നത് കർദമ പ്രജാപതിയുടെ ഇടതുഭാഗം. അങ്ങനെയുള്ള 3 പേരെയും ചുറ്റിപ്പറ്റിയാണ് ഭാഗവതത്തിൽ ഇനി വരാനിരിക്കുന്ന ഭാഗങ്ങളൊപ്പം 2 പുരുഷന്മാരും. ഉത്താനപാദൻ എന്ന് പറയുന്ന ഒരു രാജശ്രേഷ്ഠനെ പറ്റി പറയുന്നുണ്ട്. സ്വയംഭുവ മനുവിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട മകൻ്റെ പേരാണ് പ്രിയവ്രതൻ. അപ്പോൾ സ്വയംഭുവനു ശതരൂപ ദമ്പതികൾക്ക് ഇത്തരത്തിൽ കുട്ടികളുണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ പേര് കൂടി ശ്രദ്ധിച്ചു നോക്കുക. പ്രിയവ്രതൻ എന്ന് പറയുമ്പോൾ വ്രതത്തിൽ പ്രിയമുള്ളവൻ, ഭൗതിക കാര്യങ്ങളെക്കാൾ അഭൗതികം അഭൗമം ആയിരിക്കുന്ന സംഗതികൾ താല്പര്യമുള്ളവൻ, ആധ്യാത്മിക വിഷയങ്ങളിൽ പ്രാധാന്യമേറി അത്തരത്തിൽ ജീവിക്കുന്ന വ്യക്തി. അത് സ്വയംഭുവൻ്റെ ഒരു മകൻ പ്രിയവ്രതൻ. അപ്പോൾ വ്രതാനുഷ്ഠാനങ്ങളെന്ന് പറയുമ്പോൾ ഈശ്വരാന്വേഷണത്തിന് ഉതകുന്ന സാധനാക്രമങ്ങൾ, ഉപാസന ഇതെല്ലാം കൊണ്ട് നടക്കുന്നവൻ. അതുപോലെ തന്നെ മറ്റൊരു വ്യക്തിയുടെ പേര് ഉത്താനപാദൻ. ഉത്താനപാദൻ എന്ന് പറയുമ്പോൾ തല കിഴക്കണം തൂക്ക്. ചിന്തിച്ചു നോക്കൂ, ഈ പറയുന്ന 5 പേരുടെ ആ പ്രയോഗങ്ങൾ. പ്രസവിക്കാൻ വേണ്ടി ജനിക്കപ്പെട്ട അല്ലെങ്കിൽ വിധിക്കപ്പെട്ടവൾ, ജനിപ്പിക്കാൻ അനവധി പ്രജകളെ ഇങ്ങനെ ജനിപ്പിച്ച് ദക്ഷപ്രജാപതിയുടെ പരമ്പരയാണല്ലോ ഈ കാണുന്ന മുഴുവൻ. അങ്ങനെയാണ് സങ്കല്പം. അത്തരത്തിൽ ദക്ഷപ്രജാപതിയുടെ ഭാര്യാപത അലങ്കരിക്കുന്ന പ്രസൂതി എന്ന് പറയുന്ന സ്ത്രീരത്നത്തിനിട്ട പേര് തന്നെ ജനിപ്പിക്കട്ടെ എന്നുള്ള മട്ടിൽ പ്രസൂതി എന്ന്. നേരെ മറിച്ച് ആകൂതി എന്ന് പറയുന്ന അത്രമാത്രം ഈ പ്രപഞ്ചത്തെ വർദ്ധിപ്പിക്കാൻ ഉതകുന്ന പ്രവൃത്തികളൊന്നും ചെയ്യുന്നില്ല. പക്ഷെ അത് നമുക്ക് പിന്നാലെ പരമ്പരയിലേക്കെല്ലാം കടക്കാം. ഏതായാലും ആകൂതി പ്രസൂതി എന്ന് പറയുന്ന ദേവഹൂതി എന്ന് പറയുന്ന മറ്റൊരു സ്ത്രീരത്നത്തെ ഇട്ടു. ദേവനാഹൂതി ചെയ്യുന്നവൾ. 3 പേരും 3 തരക്കാരാണ്. അങ്ങനെ 3 സ്ത്രീകളെ 3 തരത്തിൽ 3 പേരുകൾ ഇട്ടുകൊണ്ട് 3 സ്വഭാവക്കാരെ ഇങ്ങനെ എടുത്തിട്ടുകൊണ്ടാണ് ഈ സ്വയംഭുവ ശതരൂപ ദമ്പതികൾ പ്രപഞ്ചത്തെ വർദ്ധിപ്പിക്കാൻ പോകുന്നത്. പ്രയോഗിച്ച വാക്ക് നിങ്ങളൊന്ന് ഉറപ്പിക്കണം. പ്രപഞ്ചത്തെ വർദ്ധിപ്പിക്കുക. നമ്മൾ ജനിച്ച കാലത്തുള്ള പ്രപഞ്ചമാണോ നമ്മളുടേത് ഇപ്പോൾ? ഞാൻ ചോദിച്ച ചോദ്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഓരോ വ്യക്തിയും ജനിക്കുമ്പോഴുള്ള പ്രപഞ്ചമാണോ വളർന്നു വരുമ്പോഴുള്ള അയാളുടെ പ്രപഞ്ചം എന്ന് പറയുന്ന ഈ ലോകം അവൻ കൊച്ചുപ്രായത്തിൽ കണ്ട ലോകമല്ല. വളർന്നു വരുമ്പോൾ ലോകം വികസിച്ച് വളർന്നു വലുതാവുകയാണ്. അപ്പോൾ ലോകത്തിൻ്റെ ഈ വളർച്ച ഈ കുട്ടിയുടെ വളർച്ച പോലെ ഇരിക്കും. ജനിച്ച കുട്ടി ശിശുപ്രായത്തിൽ കാണുന്ന പ്രപഞ്ചമോ ലോകമോ അല്ല. വളർന്നു വരുമ്പോൾ വലുതായി ഒരു ഭയങ്കര ഒരു ലോകത്തെ കണ്ടുകൊണ്ടാണ് അയാൾ ശരീരത്തെ വിടുന്നത്. ഇതും മനസ്സിൽ വയ്ക്കണം. അപ്പോൾ എല്ലാ തരത്തിലും ആലോകനം ചെയ്തുകൊണ്ട് ലോകത്തെ കണ്ടുകൊണ്ട് ഒരു കൊച്ചുകുട്ടി വളർന്നു വരുന്ന പോലെ തന്നെ ഇവർ 3 പെൺകുട്ടികളും. ഉത്താനപാദൻ എന്ന് പറയുന്ന രാജശ്രേഷ്ഠനാണെങ്കിൽ തലകിഴക്കണം തൂക്കായതുകൊണ്ട് നേരെ ആധ്യാത്മികത ചിന്തിക്കാൻ യാതൊരു വഴിയുമില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം തലകിഴക്കണം തൂക്കാണ്. ഇനി മറ്റൊരു കാര്യം ഈ സന്ദർഭത്തിൽ നമ്മൾ ഉറപ്പിക്കണം. ഉത്താനപാദന്മാരാണ് നമ്മളെല്ലാവരും. നേരത്തെ പറഞ്ഞ ആകൂതി പ്രസൂതി ദേവഹൂതി എന്ന 3 പേര് പറഞ്ഞുവെങ്കിൽ തന്നെ അവരും തലകിഴക്കണം തൂക്കായിട്ട് ജനിച്ചവരല്ലേ. ഇനി പ്രിയവ്രതൻ എന്ന് പറഞ്ഞ മറ്റൊരു കഥാപാത്രത്തെ പറ്റി പറഞ്ഞില്ലേ, സ്വയംഭുവനുവിൻ്റെ ഒരു സന്തതി. അയാളും തലകിഴക്കണം തൂക്കായിട്ടല്ലേ വന്നത്. അപ്പോൾ തലകിഴക്കണം തൂക്കായിട്ട് വരിക എന്നുള്ളത് പ്രപഞ്ചത്തിലെ പ്രകൃതിയുടെ നിയമമാണ്. ജന്മത്തിൻ്റെ പ്രസവത്തിൻ്റെ ഒരു നിയമമാണ്. അപ്പോൾ തലകിഴക്കണം തൂക്ക് എന്ന് പറയുന്ന ആ ജനനത്തിൻ്റെ പ്രത്യേകത സിംബിളൈസ് ചെയ്ത് ഒരു പ്രത്യേകതയിൽ പ്രതീകമാക്കിക്കൊണ്ടാണ് ഒരു കഥാപാത്രത്തെ ആ പേര് കൊടുത്തു. ഭാഗവതം ഉത്താനപാദൻ. അയാൾ വാസ്തവത്തിൽ പ്രകൃതിയിൽ കെട്ടുവണഞ്ഞുകൊണ്ട് പ്രകൃതിയിൽ അതീവ ശ്രദ്ധ വെച്ച് പുലർത്തിക്കൊണ്ട് പുരുഷനെപ്പറ്റി കൂടുതൽ ചിന്തിക്കാതെ ഇരുന്നു എന്ന് ചിന്തിച്ചാൽ മതി. പുരുഷനെന്ന് പറയുന്ന ഈശ്വരനോടല്ല പ്രതിപത്തി. അയാൾക്ക് ഏറ്റവും പ്രതിപത്തി ശ്രദ്ധയും ഭക്തിയുമെല്ലാം തന്നെ പ്രകൃതിയോടാണ്. അതുകൊണ്ടാണ് ആ കഥ വരുമ്പോൾ നമുക്ക് കൂടുതൽ ഗ്രഹിക്കാൻ കഴിയും. സുരുചിയോടാണ് താല്പര്യം, സുനീതിയോടല്ല എന്ന്. അപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞു വരുന്ന ഈ കഥാപാത്രങ്ങളെ കൊണ്ട് നാം ഉറപ്പിക്കേണ്ടത് ശരീരം സന്താന ഉൽപാദനത്തിന് അനുപേക്ഷണീയമാണ്. എങ്ങനെയുള്ള സന്തതികളായിരിക്കണം ഉണ്ടാകേണ്ടത് വളരെ വ്യക്തമായിട്ട് ഇവിടെ ഭാഗവതം പ്രതിപാദിച്ചു കഴിഞ്ഞു. നല്ല നല്ല കുട്ടികൾ ഓരോരുത്തരും ഓരോരോ ലക്ഷ്യബോധം ഉള്ളവരായിരിക്കണം. ഉത്താനപാദന്മാരുണ്ടായേക്കാം. പക്ഷേ ഈ സ്വയംഭുവനുവിന് പ്രിയവ്രതൻ എന്ന് പറയുന്ന കുട്ടി ഉണ്ടായ പോലെ നമ്മളിലും അത്തരത്തിലുള്ള കുട്ടികളും ഉണ്ടാകണം. 5 കുട്ടികൾ 5ഉം ഒരേപോലെ ഇരിക്കണമെന്നില്ല. എങ്കിലും വൈവിധ്യമാർന്ന ജീവിതങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് അവരെല്ലാവരും പ്രഗത്ഭവതികളായിരിക്കണം. ഇനി ഉത്താനപാദൻ തലകിഴക്കണം തൂക്കാണ് എന്ന് പറഞ്ഞാൽ പോലും അദ്ദേഹത്തിൻ്റെ സന്തതികൾ മോശക്കാരല്ല. ധ്രുവൻ എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ ആ കഥ മാത്രം പഠിച്ചാൽ അറിയാം ഉത്താനപാദൻ്റെ സന്തതികളിൽപ്പെട്ട ധ്രുവൻ എത്രമാത്രം കേവനാണ്. അപ്പോൾ ഈ പരമ്പരയെ പഠിച്ചുകൊണ്ട് ഓരോരോ പേരുകൾ പഠിച്ചുകൊണ്ട് അവയെല്ലാം തന്നെ എങ്ങനെ അർത്ഥവത്തായി എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ പോകുമ്പോഴാണ് ഭാഗവത ഉള്ളിലേക്ക് കയറുക. വെറുതെ കുറേ കഥയും പറഞ്ഞിങ്ങനെ കേട്ടിട്ട് 7 ദിവസം കഴിച്ചു കൂട്ടിയിട്ട് ഭാഗവത ഉള്ളിലേക്ക് കയറുന്നില്ല എന്ന് പറഞ്ഞാൽ കയറാത്തത് എന്തുകൊണ്ടാണ്? നമ്മൾ കയറ്റാത്തത് കൊണ്ടാണ്. അപ്പോൾ എല്ലാ തരത്തിലും ഇവിടെ സ്വയംഭുവനു ശതരൂപ എന്ന് പറയുന്ന ദമ്പതികൾക്ക്
3 പെൺകുട്ടികളും 2 ആൺകുട്ടികളും ഉണ്ടായി എന്ന് പറയുന്ന ശരീരത്തെയാണ് അവിടെ വർണ്ണിക്കുന്ന ശരീരത്തെ, നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്ത ശരീരത്തെ. ഏതായാലും ഇത്തരത്തിലുള്ള ശരീരങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജന്മങ്ങളുണ്ടായപ്പോൾ ഈ സ്വയംഭൂമനോ ഈ സൃഷ്ടജാലങ്ങളെ അവരെയും വിവാഹം കഴിപ്പിച്ച് അവരെയും മൈഥുനത്തിലേർപ്പെടുത്തി ആ പരമ്പരയെ വീണ്ടും സൃഷ്ടിച്ച് പ്രപഞ്ചത്തെ വർദ്ധിപ്പിക്കണം, അതിനെ വികസിപ്പിക്കണം, അതിൽ ജനസംഖ്യയും അതുപോലുള്ള ജീവജാലങ്ങളുടെ എണ്ണവും എല്ലാം തന്നെ വർദ്ധിപ്പിക്കണമെന്ന് കരുതി അതിനുവേണ്ടി നോക്കിയപ്പോഴാണ് ഭൂമിയെ കാണാനില്ല എന്ന് തുടങ്ങുകയാണ് പ്രശ്നങ്ങൾ. അപ്പോൾ ഭാഗവത പ്രശ്നങ്ങൾ എല്ലാം തന്നെ, പ്രശ്നമെന്ന് പറഞ്ഞാൽ ചോദ്യം എന്നുള്ള അർത്ഥം മാത്രം മതി. പ്രശ്നങ്ങൾ നമ്മൾ വിചാരിക്കുന്നോട്ട് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്നുള്ള അർത്ഥത്തിലല്ല, അതും കിടന്നോട്ടെ. എങ്കിൽ തന്നെ പ്രശ്നങ്ങളെന്ന് ഇത് ചോദ്യം വരെയാണ്, ഉത്തരം കണ്ടുപിടിച്ചേ മതിയാവൂ. കണ്ടില്ലേ ഈ പറഞ്ഞ 5 പേര് 3 പെൺമക്കളും 2 ആൺകുട്ടികളുള്ള അവർ വാസ്തവത്തിൽ സൃഷ്ടികർമ്മം തുടരാൻ ആഗ്രഹിച്ചപ്പോൾ ഭൂമിയെ കാണാനില്ല, വീടില്ലാത്തൊരവസ്ഥ. അപ്പോൾ എല്ലാ തരത്തിലും പ്രദേശം തന്നെയില്ല, പ്രതലമില്ല, പ്രപഞ്ചമില്ല, അതേ രീതിയിലൊരവസ്ഥയിലേക്ക് വന്നു. എന്തു ചെയ്യും? ബ്രഹ്മാവിനോട് ചെന്ന് സങ്കടമുണർത്തിച്ചു. ഇതെല്ലാം തന്നെ ആലങ്കാരിക ഭാഷയാണെങ്കിൽ കൂടി അതിലടങ്ങിയിരിക്കുന്ന സംഗതികൾ നിസ്തുലമായിരിക്കുന്ന ഒരു പ്രമേയം അതിനകത്തുണ്ട്. എന്താ കാരണം? നമുക്കെല്ലാവർക്കും തന്നെ സൃഷ്ടജാലങ്ങളെ വിക്ഷേപിക്കാനായിട്ട്, അതിനെ നിക്ഷേപിക്കാനായിട്ട് ഒരു പ്രതലം ആവശ്യമാണ് എന്ന്. പ്രതലം, പ്രദേശം, ഭൂമി. അപ്പോൾ ഈ ഭൂമി എന്ന് പറയുന്ന സംഗതിയെ കാണാനില്ല. അവിടെ തുടങ്ങിയാണ് ഭാഗവതത്തിലെ ആദ്യത്തെ അവതാരം മുതൽക്കുള്ള ഓരോരോ കഥകൾ. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് നമ്മൾ അടിച്ചുറപ്പിക്കേണ്ടത് ഭൂമി എന്ന് പറയുന്നത് ആത്യന്തികമായിട്ട് നമ്മൾ സൃഷ്ടജാലങ്ങളെല്ലാവരും, നമ്മളെല്ലാവരും തന്നെ കുടികൊള്ളേണ്ട സങ്കേതമാണ് ഭൂമി. ഭൂമിയാണ് നമ്മുടെ ഇരിപ്പിടം, നമ്മുടെ കിടപ്പിടം, നമ്മുടെ ആസ്ഥാനം. അപ്പോൾ എല്ലാ തരത്തിലും അടിസ്ഥാനപരമായിട്ട് നമുക്ക് ഈ പറയുന്ന ആസ്ഥാനം കൂടിയേ കഴിയൂ. ജീവജാലങ്ങളുടെ ജീവസന്ധാരണത്തിനും അതുപോലെ തന്നെ ജനിച്ച് മരിക്കുന്നവരേക്ക് കാലം കഴിച്ചുകൂട്ടി നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ കാര്യക്ഷമമായിട്ട് കൈകാര്യം ചെയ്യുന്നതിന് അനിവേക്ഷണീയമായിട്ടുള്ള ഭൂമിയെ കാണാനില്ല. സങ്കടം ചെന്നുണർത്തി ഈ പറയുന്ന ബ്രഹ്മദേവനോട് അപ്പോഴും അദ്ദേഹം ചെയ്തത് എന്താ? ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം തപസ് ചെയ്തു എന്നാണ്. വളരെയേറെ കണക്ട് ചെയ്യേണ്ട പല കാര്യങ്ങൾ ഈ കഥാഭാഗത്തുമുണ്ട്. ഭൂമിയെ കാണാനില്ല എന്ന് പറയുമ്പോൾ ശരീരത്തെ കാണാനില്ല എന്ന് തന്നെയാണ് ഭാഗവത ചിന്ത. ശരീരത്തെ കാണാനില്ല. ശരീരത്തെ കാണാതിരുന്നാൽ എങ്ങനെ സൃഷ്ടിക്കും? ശരീരത്തെ കാണാതെ വന്നാൽ സൃഷ്ടിയുടെ പരമ്പരയെ എങ്ങനെ കാത്തു സൂക്ഷിക്കും? ശരീരമില്ലാതെ വന്നാൽ എന്തു ചെയ്യും? ഈ വക ചിന്തകൾ നമ്മളിൽ കടന്നു വന്നേ മതിയാവൂ. ഭൂമി എന്ന് പറഞ്ഞാൽ ശരീരം. ഭൂമി എന്ന് പറയുമ്പോൾ യോഗദൃഷ്ടിയിലെ മൂലാധാരമാണ്. അടിസ്ഥാനപരമായിട്ടുള്ളൊരു തത്വമാണത്. അടിസ്ഥാനപരമായിട്ടുള്ള ഭൂമിയെ കാണാനില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ നശിച്ചു, ജീവജാലങ്ങളെല്ലാം തന്നെ കെട്ടുപട്ടുപോകും. ആ അവസ്ഥ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഭൂമിയെ യഥാസ്ഥാനത്ത് നിക്ഷേപിക്കണം, അല്ലെങ്കിൽ അതിനെ അവിടെ കൊണ്ടുവന്ന് വയ്ക്കണം. അപ്പോൾ ഭൂമി എന്ന് പറയുന്ന ഗോളത്തിലേക്ക് വരാം. ഭൂമി എന്ന് പറയുന്ന ശരീരത്തെ ചിന്തിക്കാം. ഭൂമി എന്ന് പറയുന്ന തത്വത്തെയും നമുക്ക് ചിന്തിച്ചുറപ്പിക്കാം. ഇതെല്ലാം തന്നെ ആദ്യം തുടക്കം മുതൽ നടത്തിയാൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും വരികയില്ല. അപ്പോൾ എല്ലാ തരത്തിലും ഈ പറയുന്ന 3 കന്യകമാരും അത് 2 പുരുഷന്മാരും ഉൾപ്പെടുന്ന ഈ സ്വയംഭൂമനുവിൻ്റെ സന്തതി പരമ്പരയിൽ വീണ്ടും സൃഷ്ടി നടത്താൻ വേണ്ടി തുനിയുമ്പോഴാണ് വാസ്തവത്തിൽ ഭൂമിയെ കാണാതെ വന്നപ്പോൾ ധ്യാനനിഷ്ഠനായിട്ടിരിക്കുന്ന ബ്രഹ്മാവ്, നാരായണനെ ജപിച്ചുകൊണ്ടിരിക്കുന്ന ആ ബ്രഹ്മാവ്, ശരീരം വേണം. ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ട് ധ്യാനിച്ചിരിക്കുന്ന ബ്രഹ്മാവിൻ്റെ അകത്ത് നിന്ന് മൂക്കിലൂടെ പുറത്തേക്ക് നാരായണൻ പോന്നു എന്നാണ്. നാരായണൻ അകത്ത് നിന്ന് പുറത്തേക്ക് പോന്നു എന്ന് പറയുമ്പോൾ അകത്താണപ്പോൾ ഈശ്വരൻ എന്ന് ഉറപ്പിക്കുക. ഈ ഈശ്വരനാണ് രക്ഷ എന്നും ഉറപ്പിക്കുക. കാണാതെ പോയ ശരീരത്തെ വീണ്ടും അതേ രീതിയിൽ നമുക്ക് പ്രവർത്തന ക്ഷമമാക്കാൻ വേണ്ടിയിട്ട്, ശരീരത്തെ വേണ്ട രീതിയിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് നാരായണൻ എന്ന് പറയുന്ന ഈശ്വരനെ അകത്ത് നിന്ന് കൊണ്ടുവരികയാണ്. അകത്തുകൂടി കൊള്ളുന്ന ഈശ്വരനെ ധ്യാനിച്ചുറപ്പിക്കുകയാണ്. അല്ലെങ്കിൽ തപസ്സിലൂടെ സാഫല്യത്തിലേക്ക് നമ്മൾ ഉയരുകയാണ് എന്ന്. എന്തെല്ലാം വാക്കുകൾ ഞാൻ പ്രയോഗിച്ചു. ഈ വാക്കുകളെല്ലാം തന്നെ അകത്ത് നിന്ന് ഇങ്ങനെ പോകുന്ന വാക്കുകളല്ലാതെ ഞാൻ പഠിച്ചു പറയുന്ന ഒന്നുമല്ല. അപ്പോൾ അതേ രീതിയിലുള്ള വാക്കുകളെല്ലാം നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നിട്ട് നിങ്ങളും അതേ രീതിയിൽ ചിന്തിച്ച് ശരീരാന്തർഗതമായിട്ടുള്ള നാരായണനെ പുറത്തേക്ക് അവതരിപ്പിക്കാൻ തയ്യാറെടുത്തിരിക്കുന്ന ആ ബ്രഹ്മദേവൻ്റെ മൂക്കിൽ നിന്നൊരു പന്നിക്കുട്ടിയായിട്ട് ഭഗവാൻ അവതരിച്ചു പോലും. പന്നിക്കുട്ടി. അപ്പോൾ ഒരു വരാഹമൂർത്തിയായിട്ട് യജ്ഞസൂകരം എന്നെല്ലാം തന്നെ ഭാഗവതം പറയും. പക്ഷേ വളരെയേറെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഈ പന്നി എന്ന് പറയുന്ന വിരൂപമായിട്ടുള്ള ഒരു ജന്തുവാണ് എങ്കിൽ കൂടി പലർക്കും അത് ഒരു നിഷിദ്ധ ജീവിയാണ്. അങ്ങനെയുള്ള ജീവിയായിട്ട് ഭഗവാൻ വേഷം കെട്ടി പോരുക, അധപ്പതനമെന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് എന്നാൽ അതിനെ ഉദ്ഗ്രഥനം സാധിക്കുന്നതിന് വേണ്ടി പൊക്കിക്കൊണ്ടുവരണമെങ്കിൽ ഈ പറയുന്ന വേഷം തന്നെ കെട്ടണമെന്ന് ഭഗവാൻ പഠിപ്പിക്കുകയാണ്. ഏത് വേഷം കെട്ടണം? താഴത്തേക്ക് പോയി കിടക്കുന്ന, അധപ്പതിച്ച് കിടക്കുന്ന ഒരവസ്ഥയിൽപ്പെട്ട് കിടക്കുന്ന ജീവനെ
പൊക്കിക്കൊണ്ടുവരാൻ അതേ വേഷവിധാനത്തോടുകൂടി അവിടെ കടന്ന് എന്നതിനെ പൊക്കിക്കൊണ്ടുവരണം. ഭൂമിയെ കാണാനില്ല, ഭൂമിയെ കാണാനില്ല, ഭൂമി അധപ്പതിച്ചു പോയി എന്നാണ്. അധപ്പതിച്ചു. അങ്ങനെ താഴത്തേക്ക് ഉരുണ്ട് വീണു പോയി, അല്ലെങ്കിൽ ഇല്ലാതെ പോയി അന്വേഷിച്ചപ്പോഴാണ് ഹിരണ്യാക്ഷൻ എന്ന് പറയുന്ന ഒരു അസുരൻ ഇങ്ങനെ ജനിച്ചിട്ടുണ്ട്. അയാൾ ഈ ഭൂമിയെ തൻ്റെ ഈ പറയുന്ന കഴിവ് ഉപയോഗിച്ചുകൊണ്ട്, ആസുരിക ശക്തി ഉപയോഗിച്ചുകൊണ്ട് അഗാധഗർത്തത്തിലേക്ക് അല്ലെങ്കിൽ സമുദ്ര അന്തർഭാഗത്തേക്ക് താഴത്തേക്ക് കൊണ്ടുപോയി എന്ന്. ഇത് അധപ്പതനമല്ലാതെ മറ്റെന്താ? 2-3 കാര്യങ്ങൾ ഈ സന്ദർഭത്തിൽ ചിന്തിക്കണം. ഭൂമി എന്ന് പറയുന്ന ശരീരത്തിൻ്റെ അധപ്പതനമായിട്ട് കാണണം. ഭൂമി എന്ന് പറയുന്ന ശരീരം അധപ്പതിച്ചാൽ പിന്നെ യാതൊന്നും നടക്കുകയില്ല എന്നുള്ള ബോധം ഉണ്ടാക്കി തരികയാണ് ഭാഗവതം ചെയ്യുന്നത് എന്ന് നമ്മൾ ധരിക്കണം. അങ്ങനെ ശരീരമാകുന്ന ഭൂമി അധപ്പതിച്ചു അല്ലെങ്കിൽ വെള്ളത്തിൽ പെട്ടുപോയി എന്നും, അല്ലെങ്കിൽ ശരീരമെല്ലാം തന്നെ ശരീരികൾക്ക്, ഈ ജീവജാലങ്ങൾക്ക് ഇരിപ്പിടം കിടപ്പിടമെല്ലാമായിരിക്കുന്ന ഉരുണ്ടകോളം ഭൂമിയെ താഴ്ത്തി കൊണ്ടുപോയി എന്ന് ഏത് രീതിയിൽ ചിന്തിച്ചാലും നമുക്ക് അവിടെ മറുപടി കിട്ടും. അത്തരത്തിലുള്ള ഭൂമിയെ ഇങ്ങനെ താഴത്തേക്ക് വലിച്ചിഴിച്ചു കൊണ്ടുപോകുന്ന ആസുരിക ശക്തിയാണ്. അസുക്കളിൽ രമിക്കുന്നവനാണ് അസുരൻ. അസുക്കളെന്ന് പറഞ്ഞാൽ ശരീരത്തിലും മനസ്സിലും അങ്ങനെ അതിനെല്ലാം തന്നെ കാരണമായിരിക്കുന്ന പഞ്ചേന്ദ്രിയങ്ങളിലും ഒക്കെ ഇങ്ങനെ മോഹിച്ച് നടക്കുന്നവൻ അസുരൻ, അസുക്കളിൽ രമിക്കുന്നവൻ. അപ്പോൾ അത്തരത്തിലുള്ള അസുരൻ അപഹരിച്ചു എന്ന് പറഞ്ഞാൽ ശരീരത്തെ വികൃതമാക്കി. നമ്മൾ ഈ ശരീരത്തെ സ്വീകരിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ശാരീരിക ധർമ്മങ്ങളെല്ലാം തന്നെ അനുഷ്ഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ ലക്ഷ്യബോധമെല്ലാം തന്നെ ശുദ്ധമായിരിക്കണം. ആശ്വരികമായിട്ടുള്ള ചിന്താഗതി വരരുത് എന്ന് ഇന്നത്തെ കുട്ടികൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇന്നത്തെ കുട്ടികൾ ജനിച്ച് കുറച്ച് ബോധം വന്നു എന്ന അവകാശവാദം ഉന്നയിക്കുമ്പോഴേ തന്നെ വികൃതമായിരിക്കുന്ന ആഹാരങ്ങളാണ് കഴിക്കുക. ഏറ്റവും മോശമായിട്ടുള്ള പാനീയങ്ങൾ കഴിച്ച് ബുദ്ധിക്ക് ക്ഷതം സംഭവിക്കുകയാണ്, മാനസികമായിട്ടുള്ള വിഭ്രംശവും. അങ്ങനെ എല്ലാ തരത്തിലും അധപതിച്ച രീതിയിലേക്ക് പോകുമ്പോൾ ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നു, ഒരിക്കലും വരുതേ. ആശ്വരികമായിട്ടുള്ള പ്രവണതകൾ വച്ചു പുലർത്തരുത്, അതെല്ലാം തന്നെ നമ്മളെ അധപ്പതിപ്പിക്കും, താഴത്തേക്ക് കൊണ്ടുപോകും. അത് ഒരിക്കലും അരുതേ എന്ന് പഠിപ്പിക്കുന്ന ഒരു കഥാകോളമാണ്. അതിനെന്തു വേണം? ബ്രഹ്മദേവനു മാർഗനിർദ്ദേശവും കൂടി നൽകി അകത്തുകൂടി കൊള്ളുന്ന നാരായണനെ സ്മരിക്കുക. വളരെ അർത്ഥവത്തായിരിക്കുന്ന ഒരു പ്രചോദനം നൽകുന്ന ഒരു കഥാകോളമാണ്. അങ്ങനെ അകത്തുകൂടി കൊള്ളുന്ന നാരായണനെ ഇങ്ങനെ ധ്യാനിച്ചു കഴിഞ്ഞപ്പോൾ നാരായണൻ എന്ത് ചെയ്തു? എന്നാൽ പുറത്തേക്ക് എടുത്തിയാടിക്കളയാം. ഞാൻ അകത്ത് മാത്രമല്ല പുറത്തുകൂടിയുണ്ട് എന്ന് വ്യക്തമാക്കി കൊടുക്കുകയാണ്. അന്തർയാമിയായിട്ടുള്ള ഈശ്വരൻ ബഹിർയാമി കൂടിയാണ് എന്നിങ്ങനെ പ്രത്യക്ഷത്തിൽ കാണിച്ചു കൊടുക്കൊണ്ടാണ് ആ പന്നിക്കുട്ടിയുടെ പുറത്തേക്കുള്ള വരവ്. പന്നി എന്ന് പറയുമ്പോൾ ഏറ്റവും താഴത്തേക്ക് ഇങ്ങനെ മണ്ണെല്ലാം തന്നെ കുഴിച്ചു പോകുന്നൊരു പ്രത്യേക ജീവിയാണല്ലോ. അതിൻ്റെ ഈ അവയവം തന്നെ, തേറ്റ എന്ന് പറയുന്ന അവയവം തന്നെ അതിനുള്ളതാണ്. അപ്പോൾ എല്ലാ തരത്തിലും താഴത്തേക്ക് അധപ്പതിച്ച് കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരവയവത്തോടുകൂടി ഭഗവാൻ അവതരിച്ചു എന്ന് പറഞ്ഞാൽ അധപ്പതനം അരുത് എന്നൊരു നിർദ്ദേശവും, അധപ്പതിച്ചാൽ ഞാൻ രക്ഷിക്കാനുണ്ടാകും, എന്നെ ഒന്ന് സ്മരിച്ചാൽ മതി എന്നുള്ള ചിന്തയും ഇവിടെ വന്നില്ലേ. അപ്പോൾ ഇവിടെയെല്ലാം തന്നെ ബ്രഹ്മാവെന്ന് പറയുന്നത് ജീവനാണെന്ന് എടുക്കണം. അവിടെ അസുരൻ അധപ്പതിപ്പിച്ച ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോയത് ആ ജീവനെയാണ് എന്ന് നമ്മൾ നിശ്ചയിക്കണം. ആ ജീവൻ അങ്ങനെ കുടികൊള്ളുന്ന ശരീരമാണ് വാസ്തവത്തിൽ ദുഷിച്ചത്, അതുകൊണ്ടാണ് നശിച്ചതെന്ന് കൂടി ചിന്തിക്കണം. എന്തെല്ലാം കാര്യങ്ങളാണ് ഒരേ സമയത്ത് ഭാഗവത കഥകൾ നമ്മുടെ ഉള്ളിലേക്ക് ഇട്ട് തരുന്നത്. ശരീരത്തെ ദുഷിപ്പിച്ച് അതിനെ അധപ്പതിപ്പിക്കരുത്. ശരീരത്തെ വേണ്ടാത്ത ആഹാര പദാർത്ഥങ്ങൾ കഴിച്ചുകൊണ്ട് അതിനെ വികൃതമാക്കരുത്. ബുദ്ധിയെയും മനസ്സിനെയും വികലമാക്കരുത്. അങ്ങനെ വരുമ്പോൾ അധപ്പതിച്ച് താഴത്തേക്ക് പോകും. താഴത്തേക്ക് പോയാൽ പിന്നെ അതിൻ്റെ ഉദ്ഗ്രഥനത്തിന് വേണ്ടി മുകളിലേക്ക് കയറ്റിക്കൊണ്ടുവരണമെങ്കിൽ നാരായണനാമം തന്നെയാണ് അടിസ്ഥാനവും ആശ്രയവും. അതിലൂടെ ഈ പറയുന്ന പന്നി വന്ന് പൊക്കിക്കൊണ്ടുവരുമെന്ന്. വാസ്തവത്തിൽ വളരെ ശ്രദ്ധേയമായിരിക്കുന്ന ഈ കഥാകോളത്തിലെ പന്നി മറ്റാരുമല്ല, അപാനൻ എന്ന് പറയുന്ന വായുവാണ്. അപാനൻ എന്ന് പറയുന്ന വായു ഹൃദയത്തിൽ നിന്ന് താഴത്തേക്ക് സദാ പോകുന്നുണ്ട്. സദാ ഈ താഴത്തേക്ക് പോയിട്ട് മൂലാധാരപത്മം വരെ ചെന്ന് മുട്ടിയിട്ട് തിരിച്ചു പോരുന്നുണ്ട്. എന്താ ഈ മൂലാധാരത്തിൻ്റെ പ്രത്യേകത? ദ്വിതീയ സ്കന്ധം മലയാള ഭാഗവതം എടുത്താൽ കുറച്ചുകൂടി വ്യക്തമാകും. മൂലം ഭാഗവതത്തിലും തൊട്ട് തൊടിച്ചതെല്ലാം പറഞ്ഞിട്ടുമുണ്ട്. മൂലാധാരത്തിൻ്റെ പ്രത്യേകത അവിടെയാണ് ഞാൻ കിടക്കുന്നത്, അവിടെയാണ് നിങ്ങളെല്ലാവരും തന്നെ കിടക്കുന്നത്. അവിടെയാണ് അമ്മ മഹാമായ 3.5 ചുറ്റായിട്ടൊരു പാമ്പിൻ്റെ ആകൃതിയിൽ എന്നെ പുതപ്പിച്ചു കൊണ്ട് കിടത്തിയിരിക്കുന്നത്. അവിടെ നിന്നാണ് വാസ്തവത്തിൽ നമ്മൾ ഉണർന്നു വരേണ്ടത്. അവിടെയാണ് പോയി കിടക്കാൻ പാടില്ലാത്തത്. അങ്ങോട്ടേക്ക് അധപ്പതിച്ചു ഞാനെന്ന് പറയുന്ന ജീവൻ. ഞാനെന്ന് പറയുന്ന ജീവൻ പോയി കിടക്കുന്ന മൂലാധാരം എന്ന് പറയുന്ന ഭൂമിയുടെ തലത്തിലേക്ക്, അധപ്പതിച്ച അവസ്ഥയിലേക്ക്, ജനനേന്ദ്രിയത്തിലും കുതത്തിലിടയ്ക്ക്. അവിടെ നിന്ന് എങ്ങനെ രക്ഷിക്കാം? പന്നിയുടെ അവതാരം. പന്നിയുടെ അവതാരം എന്ന് പറഞ്ഞാൽ അപാനൻ്റെ അവതാരം. അപാനൻ എന്ന് പറയുന്ന പ്രാണവായു താഴത്തേക്ക് എന്ന് തോണ്ടി വലിച്ച് ഈ ജീവനെ മുകളിലേക്ക് ഹൃദയഭാഗത്തേക്ക് കൊണ്ടുവന്നേ മതിയാകൂ. ഇതാണ് കഥയുടെ പൊരുൾ. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രത്യേക പ്രക്രിയയാണെന്ന് തോന്നും.
പക്ഷേ നമ്മൾ ദൈനംദിനം അനുഷ്ഠിക്കുന്ന യോഗാദികൾ അല്ലെങ്കിൽ ജപാദികൾ അല്ലെങ്കിൽ ഹോമാദികൾ യജ്ഞാദികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആത്മീയ സാധനകൾ ഇതെല്ലാം തന്നെ നമ്മളെ ചെന്ന് എത്തിക്കുന്നത് ഈ രീതിയിലാണ്. താഴത്തേക്ക് ഇങ്ങനെ പോയവനെ ഒരു പാതാളക്കരണ്ടി ഇട്ട് പൊക്കിയെടുക്കുന്ന പോലെ പാതാളക്കരണ്ടി പണ്ടത്തെ ഒരു ഉപകരണമാണ്. അത്യഗാധമായിരിക്കുന്ന കിണറ്റിൻ്റെ അഗാധതലത്തിലേക്ക് പോയി കിടക്കുന്ന ഏതെങ്കിലും ഒരു സംഗതിയെ തോണ്ടിയെടുക്കാൻ വേണ്ടിയുള്ള തോട്ടിയാണ് ഈ പാതാളക്കരണ്ടി. അതേ രീതിയിലൂടെ അപാനൻ വാസ്തവത്തിൽ താഴത്തേക്ക് പോയി തോട്ടിയുടെ രീതിയിൽ പൊക്കിക്കൊണ്ടുവരികയാണ്. അതാണ് പന്നിയുടെ അവതാരം. നമ്മൾ അവതാരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് മുന്നോടിയായിട്ട് ഇതെല്ലാം തന്നെ പറയുന്നത് അടിസ്ഥാനപരമായിട്ട് വളരെ ഗൗരവമുള്ളൊരു സംഗതിയാണ്. തൃതീയ സ്കന്ധത്തിലെ 13-ാമത്തെ അധ്യായം. ഈ 13-ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിച്ച് അവിടെ അത്തരത്തിലൊരു അവതാരം എന്തിനു കൊണ്ടുവന്നു എന്ന് ചോദിച്ചാൽ ശരീരത്തെ നിലയ്ക്ക് നിർത്തണം. പ്രാണനും അപാനനുമാണ് പ്രധാനപ്പെട്ട 2 പഞ്ചപ്രാണങ്ങളിൽ 2 നമ്മുടെ ശരീരത്തെ നിലക്ക് നിലനിർത്താനും നമ്മൾ ഉപയോഗിക്കേണ്ടത്. ആ പ്രാണനപാന്മാരെ നമ്മൾ പ്രായോഗിക തലത്തിൽ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചുകൊണ്ട് നിയന്ത്രിക്കുന്നതാണ് പ്രാണായാമം. പ്രാണായാമാദി യോഗവിദ്യകളെല്ലാം തന്നെ ചെയ്തുകൊണ്ട് ശരീരാന്തർഗതമായിട്ട് ഒഴുകുന്ന താഴത്തേക്കും മുകളിലേക്കും പോയിക്കൊണ്ടിരിക്കുന്ന പ്രാണാപാനന്മാരിൽ അപാനൻ്റെ കഥ വിസ്തരിച്ച് ഇവിടെ പറഞ്ഞുകൊണ്ട് താഴത്തേക്ക് പോകാതിരിക്കുക, മൂലാധാരത്തിൽ ചെന്ന് വെട്ടുകിടക്കുന്നൊരവസ്ഥയിൽ നിന്ന് നീ ഉദ്ധരിക്കപ്പെടട്ടെ എന്ന്. നോക്കൂ, ജഗതോദ്ധാരണം. ഈ ജഗതോദ്ധാരണം എന്ന് പറയുന്നത് സത്യത്തിൽ ജഗത്തിൻ്റെ ഉദ്ധാരണം. ഏതൊരു ജഗത്താണോ ഭൂമിയാണോ വാസ്തവത്തിൽ പാതാളത്തിലേക്ക് ഇങ്ങനെ വലിച്ചിഴച്ചു കൊണ്ടുപോയി ഹിരണ്യാക്ഷൻ എന്ന് പറയുന്ന അസുരൻ അധപ്പതിച്ച അവസ്ഥയിലേക്ക് എത്തിച്ചത്, അതിനെ ഉദ്ധരിക്കുന്ന ജഗതോദ്ധാരണം. പക്ഷേ അതിൽ നിന്നെല്ലാം തന്നെ കടന്ന് നിങ്ങൾ ചിന്തിക്കുക. ജഗതോദ്ധാരണം എന്ന് പറയുന്നത് എൻ്റെ ജീവൻ്റെ അമ്മ മഹാമായ 3.5 ചുറ്റായിട്ട് എന്നെ പൊതിഞ്ഞു വെച്ചുകൊണ്ട് മൂലാധാരത്തിൽ ഇങ്ങനെ സ്വസ്ഥമായിട്ട് കിടത്തിയിരിക്കുന്ന ആ ഭൂമിയുടെ ആ തലത്തിൽ നിന്ന് അത്തരത്തിലുള്ള അവസ്ഥയിൽ നിന്ന് മറ്റ് ചക്രങ്ങളും അല്ലെങ്കിൽ പത്മങ്ങളും എല്ലാം തന്നെ ഭേദിച്ച് ഹൃദയത്തിലേക്ക് കൊണ്ടുവരിക എന്ന് അതിസുന്ദരമായിരിക്കുന്നൊരു പ്രയോഗമാണ്. അപ്പോൾ എല്ലാ തരത്തിലും വരാഹാവതാരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വക കാര്യങ്ങൾ പഠിക്കുമ്പോഴാണ് ഈ വരാഹത്തിൻ്റെ രൂപവും അതിൻ്റെ ആവശ്യകതയും വരാഹ അവതാരം ഉണ്ടാകാനിടയാക്കിയതും അത്തരത്തിലുള്ള അവതാരം എവിടെ നിന്നും പോന്നു എന്ന് ചോദിച്ചാൽ ആത്യന്തികമായിട്ട് നമ്മൾ അന്വേഷിക്കുന്ന ഈശ്വരൻ ബഹിർവ്യാപ്തമായിട്ടുള്ളൊരവസ്ഥ മാത്രമല്ല, വ്യാപി കൂടിയാണ്, അല്ലെങ്കിൽ അന്തർയാമി കൂടിയാണ്, അകത്തുകൂടി കൊള്ളുന്ന ഈശ്വരനാണ് എന്ന് ഉറപ്പിക്കാനും ഈ കഥാകോളം നമ്മളെ സഹായിക്കുന്നില്ലേ? അപ്പോൾ അകത്ത് ഇരിക്കുന്ന ഈ ശരീരത്തിൻ്റെ അകത്തുകൂടി കൊള്ളുന്ന ഈശ്വരനെ ക്ഷേത്രജ്ഞൻ എന്ന ഈ ഭഗവത്ഗീത പറഞ്ഞ് പഠിപ്പിച്ചതും നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. അങ്ങനെ എല്ലാ തരത്തിലും വളരെ ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു പ്രത്യേക രീതിയിലേക്ക് നമ്മൾ പോവുകയാണ്. 13-ാമത്തെ അധ്യായത്തിൽ വരാഹാവതാരം വരുന്നതിന് മുമ്പ് സൃഷ്ടിയുടെ പ്രത്യേകതകളെല്ലാം തന്നെ വർണ്ണിച്ചുകൊണ്ട് ശരീരത്തിൻ്റെ മൈഥുനാദി ആ രീതികളിലൂടെ പ്രപഞ്ച സൃഷ്ടി നടത്തിക്കൊണ്ട് പ്രപഞ്ചത്തെ വർദ്ധിപ്പിക്കാനായിട്ട് ആ സ്വയംഭുവനു എന്ന് പറയുന്ന ആദ്യത്തെ മനുഷ്യൻ്റെ ആദ്യത്തെ വ്യക്തിയും ഭാര്യയായിരിക്കുന്ന ശതരൂപയും തമ്മിൽ സമ്മേളിച്ചുകൊണ്ട് സംയോഗത്തിലൂടെ സൃഷ്ടിച്ച അത്തരത്തിലുള്ള പരമ്പരയെ ഓരോരുത്തരെ ഇങ്ങനെ വർണ്ണിക്കുന്ന രംഗത്തേക്ക് പോകുമ്പോൾ അതിന് അടിസ്ഥാനപരമായിട്ടുള്ള ഈ കാര്യം നല്ലപോലെ ഉറപ്പിക്കുക. നമ്മളെല്ലാവരും ഈ ശരീരത്തെ വേണ്ട രീതിയിൽ വിനിയോഗിച്ചാൽ നമുക്ക് പല പല നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും. ഇനിയുള്ള കഥകളിലൂടെയും ഇതേ രീതിയിൽ നമുക്ക് കടന്നു പോകാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാസ്തവത്തിൽ ഇന്നത്തെ ഈ സത്സംഗം എന്ന് പറയുന്ന ഇന്നത്തെ പ്രഭാഷണ വേദി നമുക്ക് അല്പം ഈ പറയുന്ന ഈശ്വര സ്മരണയോടുകൂടി ഈശ്വര സ്മൃതിയോടുകൂടി ധ്യാനത്തോടുകൂടി സമർപ്പിക്കാം. മറ്റൊന്നുമല്ല, ഈ വരാഹമൂർത്തിയെ നല്ലപോലെ ഒന്ന് ധ്യാനിക്കുക ഹൃദയത്തിൽ. ഓം നമോ ഭഗവതേ വരാഹരൂപായ ഭുർഭുവസ്വപതയേ ഭൂപതി ത്വം മേ ദേഹി ദദാഭയ. ഓം നമോ ഭഗവതേ വരാഹരൂപായ